സീതാറാം പുണ്യാത്മാക്കളെ സാദര പ്രണാമം. ഇന്ന് 1201 കർക്കിടകം 27 2026 ഓഗസ്റ്റ് 12 ബുധനാഴ്ച. ഇന്ന് ചർച്ച ചെയ്യുന്നത് 613 വരികളാണ്. പ്രധാന ഭാഗങ്ങൾ: നാരദസ്തുതി, അധികായ വധം, ഇന്ദ്രജിത്തിന്റെ വിജയം, ഔഷധാഹരണ യാത്ര, കാലനേമിയുടെ പുറപ്പാട്, ദിവ്യൌഷധ ഫലം. ഇത്രയും ഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. നാം കഴിഞ്ഞ ദിവസം കണ്ടത് കുംഭകർണന്റെ വധമാണ്. കുംഭകർണനെ ശ്രീരാമൻ വധിച്ചിട്ട് ശ്രീരാമന്റെ അമ്പേറ്റ് കുംഭകർണൻ മരണപ്പെടുന്നു. കുംഭകർണന്റെ ഉടൽ കടലിലും ശിരസ് രാവണന്റെ ലങ്കാ രാജ്യത്തിന്റെ ലങ്കാ ഗോപുരത്തിന്റെ വാതിൽക്കലും വീഴുകയും ചെയ്തു. ആ സമയത്ത് സർവ്വദേവതകളും ശ്രീരാമനെ പുകഴ്ത്തി സ്തുതിക്കുന്ന ഭാഗമാണ് കാണുന്നത്. അതിൽ തന്നെ നാരദരുടെ സ്തുതിയാണ് ഇവിടെ പ്രധാനമായിട്ട് കാണുന്നത്. സിദ്ധഗന്ധർവ വിദ്യാധര ഗുഹ്യക യക്ഷ ഭുജംഗ ഗഗാപ്സരോവൃന്ദവും കിന്നര ചാരണ കിംപുരുഷന്മാരും പന്നക താപസ ദേവസമൂഹവും പുഷ്പവർഷം ചെയ്ത് ഭക്തിയാ പുകഴ്ത്തിനാർ. സമസ്ത ദേവന്മാരും ഗന്ധർവന്മാരും അതുപോലെ തന്നെ വിദ്യാധരന്മാരും അപ്സരസുകളും അങ്ങനെയുള്ള എല്ലാവരും തന്നെ, താപസന്മാരും ദേവസമൂഹവും ഒക്കെ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ട് ശ്രീരാമനെ പുകഴ്ത്തുന്ന കാഴ്ചയാണ്. ആ സമയത്ത് ദേവമുനീശ്വരനായിട്ടുള്ള നാരദൻ ശ്രീരാമന്റെ സമീപത്തേക്ക് ഭഗവത് സേവ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രീരാമന്റെ സമീപത്തേക്ക് എത്തിച്ചേർന്നു. എന്നിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ശ്രീരാമനെ പുകഴ്ത്തുകയാണ്. സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീപുരുഷോത്തമ ശ്രീരാമ ദേവദേവേശ ജഗന്നാഥ തുടങ്ങി ശ്രീരാമനെ വർണ്ണിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഒരുപാട് നാമങ്ങൾ കൊണ്ട് ശ്രീരാമനെ സ്തുതിക്കുന്നു ഇവിടെ നാരദര്. എന്നിട്ട് അതിനിടയിൽ പറയുന്നു, ചക്ഷുർമീലന കാലത്ത് സൃഷ്ടിയും ചക്ഷുർനിമീലനം കൊണ്ട് സംഹാരവും രക്ഷയും നാനാവിധ അവതാരങ്ങളാൽ ശിക്ഷിച്ച് ധർമ്മത്തെയും പരിപാലിച്ച് നിത്യം പുരുഷ പ്രകൃതി കാലാഖ്യനായി ഭക്തപ്രിയനാം പരമാത്മനേ നമ. അതായത് കണ്ണ് അടയ്ക്കുന്ന സമയത്ത് സംഹാരം ചെയ്തുകൊണ്ടും കണ്ണ് തുറക്കുന്ന സമയത്ത് സൃഷ്ടി ചെയ്തുകൊണ്ടും കണ്ണ് തുറന്നിരിക്കുമ്പോൾ സ്ഥിതി ചെയ്തുകൊണ്ടും ഇരിക്കുന്ന ആ പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ശ്രീരാമനെ നാരദര് സ്തുതിക്കുകയാണ്. കണ്ണ് തുറക്കുമ്പോൾ ലോകത്ത് സൃഷ്ടി സംഭവിക്കുന്നു, കണ്ണ് തുറന്നിരിക്കുന്ന സമയത്ത് സ്ഥിതി സംഭവിക്കുന്നു, കണ്ണടയ്ക്കുന്ന സമയത്ത് സംഹാരം സംഭവിക്കുന്നു എന്ന് ഇവിടെ നാരദര് ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് പറയുന്നതാണ് പ്രധാനം. അപ്രകാരമുള്ള ശ്രീരാമന് നമസ്കാരം, ശ്രീരാമനെ നമസ്കരിക്കുന്നു എന്നാണ് ഇവിടെ നാരദര് സ്തുതിച്ചുകൊണ്ട് പറയുന്നത്. ത്വൽകഥാപീയൂഷ പാനവും ചെയ്തുകൊണ്ട് ഉൾക്കാമ്പിൽ നിന്നെയും ധ്യാനിച്ച് അനാരതം ത്വൽ പൂജയും ചെയ്ത് നാമങ്ങൾ ഉച്ചരിച്ച് ഈ പ്രപഞ്ചത്തിങ്കലൊക്കെ നിരന്തരം നിൻ ചരിതങ്ങളും പാടി വിശുദ്ധനായി സഞ്ചരിപ്പാനായി അനുഗ്രഹിക്കണമേ. ശ്രീരാമനോട് നാരദര് അപേക്ഷിക്കുകയാണ്. തനിക്ക് വേണ്ട വരം എന്താണ് എന്ന് പറയുകയാണ്. അങ്ങയെ ധ്യാനിച്ചും പൂജിച്ചും തിരുനാമങ്ങൾ പാടി ആനന്ദിച്ചും ഈ പ്രപഞ്ചം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുവാനുള്ള എൻ്റെ ആഗ്രഹത്തെ അങ്ങ് നിറവേറ്റി തരണം. സദാസമയവും അങ്ങയുടെ നാമം ചൊല്ലിക്കൊണ്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കണം. എന്നിട്ട് പറയുന്നു, പാതിയും പോയത് ഭൂഭാരം ഇന്ന്. കുംഭകർണനെ വധിച്ചത് കൊണ്ട് ഭൂമിയുടെ ഭാരത്തിന്റെ പകുതി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പാതിയും പോയത് ഭൂഭാരം ഇന്നു നീ ബാധിച്ച കുംഭകർണൻ തന്നെ കൊൽകയാൽ. കുംഭകർണനെ കൊന്നതുകൊണ്ട് ഭൂമിയുടെ പകുതി ഭാരം ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. ഭോഗീന്ദ്രനാകിയ സൗമിത്രിയും നാളെ മേഘനിനാഥനെ കൊല്ലുമായോധനെ. ഭോഗീന്ദ്രൻ അഥവാ അനന്തൻ തന്നെയായിട്ടുള്ള ലക്ഷ്മണൻ നാളെ ഇന്ദ്രജിത്തിനെ അല്ലെങ്കിൽ മേഘനിനാഥനെ നാളെ വധിക്കും യുദ്ധത്തിൽ. പിന്നെ മറ്റേനാൾ ദശഗ്രീവനെ ഭവാൻ കൊന്ന് ജഗത്രയം രക്ഷിച്ചു കൊള്ളുക. പിന്നെ മറ്റേനാൾ അല്ലയോ രാമ, അങ്ങ് തന്നെ ദശഗ്രീവനെ അഥവാ രാവണനെ വധിച്ചിട്ട് ഈ 3 ലോകത്തെയും രക്ഷിച്ചു കൊള്ളുക. ഞാൻ ഇനി ബ്രഹ്മലോകത്തിന് പോകുന്നു, മാനവവീര അങ്ങ് ജയിച്ചാലും. ഇപ്രകാരം ശ്രീരാമനോട് അനുവാദം വാങ്ങിയിട്ട് നാരദർ തിരിച്ച് ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നു. കുംഭകർണൻ മരിച്ചൊരു വൃത്താന്തം കമ്പം വരുമാറ് കേട്ടു, ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു. കുംഭകർണൻ മരിച്ച വാർത്ത കേട്ട സമയത്ത് രാവണൻ ഭൂമിയിൽ മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. അതിനുശേഷം അപ്രകാരം എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ കുംഭകർണൻ മരിച്ച വാർത്ത കൊണ്ട് ദുഃഖിച്ച് വിഷമിച്ച് നിൽക്കുന്ന രാവണൻ വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവണന്റെ സമീപത്തേക്ക് ചെന്നിട്ട് 8 രാക്ഷസ പ്രമാണിമാർ
തൃശ്ശിരസും ഉന്നതനായ ഒരു അതികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനും ഉന്മത്തനും 8 രാക്ഷസ പ്രമാണിമാരാണ്. തൃശ്ശിരസ്, അതികായൻ, ദേവാന്തകൻ, നരാന്തകൻ, മഹോദരൻ, മഹാപാർശ്വൻ, മത്തൻ, ഉന്മത്തൻ, ഇങ്ങനെയുള്ള 8 രാക്ഷസ പ്രമാണിമാർ യുദ്ധത്തിന് തയ്യാറായി ചെന്നിട്ട് രാവണനോട് പറയുകയാണ്, സ്വാമിൻ, അങ്ങ് വെറുതെ വ്യസനിക്കരുത്, ദുഃഖിക്കരുത്. ദുഃഖിപ്പതിൻ്റെ എന്തോ കാരണം, ഞങ്ങൾ ചെന്നൊക്കെ രിപുക്കളെ കൊന്നുവരാമല്ലോ. ഞങ്ങൾ 8 പേരും കൂടെ പോയിട്ട് ശത്രുക്കളെല്ലാം വധിച്ചിട്ട് വരുന്നതാണ്. അനുവാദം നൽകിയാലും എന്ന് പറയുമ്പോൾ രാവണൻ, എങ്കിലോ നിങ്ങൾ പോയി ചെന്ന് യുദ്ധം ചെയ്ത് സങ്കടം തീർക്കൂ എന്ന് രാവണൻ അവർക്ക് അനുവാദം കൊടുത്തു. മാത്രവുമല്ല, കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയിക്കൊള്ളുവിൻ എല്ലാവരും. ഇവിടെ കാണുന്ന ഈ അസംഖ്യമായിട്ടുള്ള, ഒരു ദൃഷ്ടിക്ക് കാണാൻ കഴിയാത്ത അത്രയും വലിപ്പത്തിലുള്ള ഈ സൈന്യത്തെയും നിങ്ങൾ കൂട്ടിക്കൊള്ളൂ. ഇവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ ശത്രുക്കളെ വധിച്ചു വന്നാലും എന്ന് പറയുന്നു. വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാർ ഇവരെൻവരും പോർക്ക് പുറപ്പെട്ടു. അങ്ങനെ കാണുവാൻ സാധ്യമല്ലാത്ത അത്രത്തോളം പരന്നു കിടക്കുന്ന രാക്ഷസന്മാരുടെ സൈന്യത്തിന്റെ കൂടെ ഈ 8 രാക്ഷസ പ്രമാണികന്മാരും കൂടെ യുദ്ധത്തിന് പുറപ്പെട്ടു. അത് കണ്ടിട്ട് ഊക്കോടടുത്തു കപിപ്രവരന്മാർ, ആ സൈന്യത്തെ കണ്ടിട്ട് വളരെ ഊക്കോട് കൂടിയിട്ട് യുദ്ധത്തിന് തയ്യാറായിട്ട് കപി സേന, വാനരസേന തയ്യാറായിട്ട് വരുന്നു. കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ കൊല്ലുന്നിതാശു കപിവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തോകി ക്ഷണാന്തരേ. അപ്രകാരം ആ 8 പേരുടെ കൂടെ ഈ സൈന്യം യുദ്ധത്തിനായിട്ട് പോവുകയും അസംഖ്യം സൈന്യങ്ങളുടെ നായകത്വം വഹിച്ച് അതികായൻ മുതലായിട്ടുള്ള ആ 8 പേർ യുദ്ധത്തിന് വരുന്നത് കണ്ടിട്ട് വാനരന്മാർ കല്ല്, മല, മരം തുടങ്ങിയിട്ടുള്ള വിവിധ ആയുധങ്ങളുമായിട്ട് അവരെ ശക്തിയായിട്ട് എതിരിടാൻ തയ്യാറായി. രാക്ഷസന്മാരാവട്ടെ കുന്തം, ഈട്ടി, വാൾ തുടങ്ങിയിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായിട്ട് പൊരുതി. യുദ്ധരംഗം ചോരപ്പുഴകൾ കൊണ്ട് നിറഞ്ഞു. കബന്ധങ്ങൾ നൃത്തമാടി തുടങ്ങി. തലയും കയ്യുമില്ലാത്ത ശവശരീരങ്ങൾ ആ യുദ്ധഭൂമിയിൽ അസംഖ്യം കാണാൻ തുടങ്ങി. രാക്ഷസരൊക്കെ മരിച്ചത് കണ്ടത് രൂക്ഷതയോടും അടുത്താൻ നരാന്തകൻ. തൻ്റെ കൂടെ വന്ന സൈന്യം, രാക്ഷസ സൈന്യത്തിന് നല്ല രീതിയിലുള്ള ക്ഷീണം, ഒരുപാട് രാക്ഷസന്മാർ മരണപ്പെടുന്നത് കണ്ടിട്ട് നരാന്തകൻ കുന്തവുമേന്തി കുതിരപ്പുരമേറി അന്തകനെ പോലെ വേഗാലെടുത്തു. നരാന്തകൻ എന്ന് പറയുന്ന രാക്ഷസൻ കുന്തവുമേന്തിയിട്ട് കുതിരപ്പുറത്ത് കയറിയിട്ട് അതിവേഗത്തോടുകൂടി യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി അപപുരത്തിനാക്കിനാൻ. ആ നരാന്തകനെ അങ്കദൻ വധിച്ചു. ദേവാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്രപുത്ര തനയനോടേറ്റിതു. ദേവാന്തകൻ എന്ന് പറയുന്ന ആ രാക്ഷസൻ ദേവേന്ദ്രപുത്രനോട് യുദ്ധത്തിനായിട്ട് വന്നു. വാരണമേറി മഹോദരൻ ഒരു ആനപ്പുറത്ത് കയറി വന്നു. തേരിലേറി തൃശ്ശിരസ് ഒരു തേരിൽ കയറി വന്നു. അപ്രകാരം 3 പേരും, അതായത് അങ്കദനോട് ആദ്യം യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നത്, അതിഘോരമായിട്ടുള്ള യുദ്ധത്തിൽ അങ്കദനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് നരാന്തകനാണ്. ഒരു കുതിരപ്പുറത്ത് ഒരു കുന്തവുമേറിയിട്ടാണ് നരാന്തകൻ വന്നത്. അങ്കദൻ മുഷ്ടിപ്രഹരം കൊണ്ട് അവന്റെ കഥ കഴിച്ചു. ആ സമയത്ത് ദേവാന്തകൻ പരികായുധവുമായിട്ട് അങ്കദനെ എതിർത്തു. അങ്കദനോട് ദേവാന്തകൻ എതിർക്കുന്ന സമയത്ത് തന്നെ അങ്കദനെ എതിരാൻ വേണ്ടിയിട്ട്, അഥവാ ദേവാന്തകനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മഹോദരൻ ആനപ്പുറത്തും തേരിൽ കയറിയിട്ട് തൃശ്ശിരസും വന്നു. അപ്രകാരം 3 പേരും ഇവിടെ അങ്കദനോട് യുദ്ധം ചെയ്യുന്നു. അത് കണ്ടിട്ട്, മൂവരോടും പൊരുതുന്നത് കണ്ടിട്ട് വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാർ. വായുപുത്രനും നീലനും കൂടി അങ്കദനെ സഹായിക്കുവാൻ വേണ്ടി അങ്ങോട്ട് വന്നു. മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും തൃശ്ശിരസൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ. അങ്കദനോട് ഈ നരാന്തകനും അതുപോലെ തന്നെ മഹോദരനും അതേപോലെ തന്നെ തൃശ്ശിരസും 3 പേര് അങ്കദനോട് യുദ്ധം ചെയ്യാൻ വന്നത് കണ്ടപ്പോൾ വായുപുത്രനായിട്ടുള്ള ഹനുമാനും അതുപോലെ തന്നെ നീലനും അങ്കദനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഹനുമാനും നീലനും പാഞ്ഞു വന്ന് അങ്കദനെ സഹായിക്കുമ്പോൾ ദേവാന്തകനെയും തൃശ്ശിരസനെയും ഹനുമാൻ വധിച്ചു. നരാന്തകനെ നീലനും വധിച്ചു. ഉടനെ മഹാപാർശ്വൻ യുദ്ധത്തിന് എത്തിയെങ്കിലും ഋഷഭൻ അവനെ കാലപുരത്തിനയച്ചു. മത്തനും ഉന്മത്തനുമെല്ലാം മറ്റു വാനരന്മാരുടെ യുദ്ധത്തിന്റെ ഇടയിൽ മറ്റു വാനരന്മാരോട് ഏറ്റുമുട്ടിയിട്ട് മരണപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്ത് വിശ്വൈക വീരനായിട്ടുള്ള അതികായൻ, ദിവ്യ അസ്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ വേണ്ടിയിട്ട് കഴിവുള്ള അതികായൻ,
അശ്വങ്ങൾ 1000 പൂട്ടിയ തേരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ച് വില്ലും ധരിച്ച് അസ്ത്രജ്ഞൻ അത്യർത്ഥം ഉദ്ധതചിത്തനായി യുദ്ധത്തിനായി ചെറുഞാണൊലിയുമിട്ട് അതികായൻ വന്നു. അതികായനാവട്ടെ വിശ്വേക വീരനാണ്, ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ ശക്തിയുള്ളവനാണ്, അത് പഠിച്ചിട്ടുള്ള ആളാണ്, വില്ലാളി വീരനാണ്. അങ്ങനെയുള്ള അതികായൻ 1000 കുതിരകളെ പൂട്ടിയ തേരിൽ കയറിയിട്ട് ചെറുഞാണൊലിയിട്ട് യുദ്ധത്തിന് വേണ്ടി വന്നു. ഇത് കണ്ടിട്ട് വാനരന്മാർ ഭയന്നോടുകയാണ്. കാരണം അതികായന്റെ ആ വൈഭവം കണ്ട സമയത്ത് വാനരന്മാർ ഭയന്ന് പിന്മാറുന്നു. വില്ലാളി വീരനായിട്ടുള്ള അതികായനോട് എതിർത്ത് നിൽക്കാൻ കഴിയാതെ വാനന്മാർ പിന്തിരിയുന്നത് കണ്ട സമയത്ത് ലക്ഷ്മണൻ മുൻനിരയിലെത്തി അതികായനോട് അസ്ത്രപ്രയോഗം തുടങ്ങി. എന്നാൽ ലക്ഷ്മണൻ എയ്യുന്ന ബാണങ്ങളൊക്കെ തന്നെ അതികായന്റെ ശരീരത്തിൽ തറയ്ക്കാതെ തല തിരിഞ്ഞ് വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് കണ്ടിട്ട് ലക്ഷ്മണൻ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് അതിന്റെ കാരണമെന്ന് ലക്ഷ്മണൻ മനസ്സിലാവുന്നില്ല. ആ സമയത്താണ് വായുദേവൻ ഒരു മനുഷ്യ രൂപം പൂണ്ടിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. സാമർഥ്യമേറെയുള്ള ഒരു അതികായനെ സൗമിത്രി ചെന്ന് ചെറുത്താൻ അതുനേരം ലക്ഷ്മണ ബാണങ്ങൾ ചെന്നടുക്കും വിധവും തൽക്ഷണെ പ്രത്യങ്മുഖങ്ങളായി വീണുപോയി. ലക്ഷ്മണൻ എയ്യുന്ന അമ്പുകളൊക്കെ തന്നെ തല തിരിഞ്ഞ് ആ ഭൂമിയിൽ പതിക്കുകയാണ്. അത് കണ്ടിട്ടാണ് ലക്ഷ്മണൻ അത്ഭുതമുണ്ടാകുന്നത്. ആ സമയത്ത് മാരുതദേവനും മാനുഷനായി വന്ന് സാരണാം സൗമിത്രിയോട് ചൊല്ലിയിടിനാൻ. ആ കാഴ്ച കണ്ടിട്ട് അത്ഭുതത്തോടുകൂടി നിൽക്കുന്ന ലക്ഷ്മണന്റെ മുമ്പിൽ വായുദേവൻ മനുഷ്യരൂപം ധരിച്ചെത്തിയിട്ട് പറയുന്നു, പണ്ടു വിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകമുണ്ടത് കൊണ്ടിവൻ ഏൽക്കയില്ലായുധം. പണ്ട് ബ്രഹ്മാവ് നൽകിയിരിക്കുന്ന ഒരു പടച്ചട്ട അതികായനുണ്ട്. അതുകൊണ്ടാണ് ഈ അമ്പുകളൊന്നും അതികായന് ഏൽക്കാത്തത്. ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഇന്നിനി ബ്രഹ്മാസ്ത്രമെയ്ത് ഇവൻ തന്നെ വധിക്ക നീ. അതുകൊണ്ട് അല്ലയോ ലക്ഷ്മണ, ബ്രഹ്മാസ്ത്രമെയ്തുകൊണ്ട് അവനെ വധിക്കുകയാണ് വേണ്ടത്. പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്ത് ഉന്നതനായ ദശാനനൻ തന്നെയും. പിന്നെ യുദ്ധത്തിൽ ഇന്ദ്രജിത്ത് നിന്നെ കൊണ്ട് മരണപ്പെടും, ശ്രീരാമനാൽ ദശാനനും വധിക്കപ്പെടും എന്നുള്ളതിന് സംശയമൊന്നുമില്ല എന്ന് പറയുന്നു. അത് കേട്ട് ലക്ഷ്മണനും നിജ പൂർവജൻ തൻപദം ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ച് വന്ദിച്ച് പുഷ്കര സംഭവബാണം പ്രയോഗിച്ചു. അത് കേട്ടിട്ട് ലക്ഷ്മണൻ ശ്രീരാമന്റെ സ്മരണയോട് കൂടിയിട്ട് ശ്രീരാമനെ മനസ്സുകൊണ്ട് ധ്യാനിച്ചിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ബ്രഹ്മാസ്ത്രം അതികായന്റെ നേരെ പ്രയോഗിക്കുന്നു. കണ്ഠം മുറിച്ചാൻ അതുനേരം ഭൂമോ പതിച്ചോർ അധികായ മസ്തകം ആമോദം ഉൾക്കൊണ്ടെടുത്തു കപികുലം രാമാന്തികയെ വെച്ച് കൈ തൊഴുതിയിടിനാൻ. ആ ബ്രഹ്മാസ്ത്രം ഏറ്റിട്ട് അതികായന്റെ കഴുത്ത് മുറിച്ച് ആ ശിരസ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു. സന്തോഷത്തോടു കൂടിയിട്ട് വാനന്മാർ ആ ശിരസ് ശ്രീരാമന്റെ മുൻപിൽ സമർപ്പിക്കുന്നു. ലക്ഷ്മണനാകട്ടെ രാമപാദങ്ങളെ മനസ്സുകൊണ്ട് ധ്യാനിച്ചിട്ടാണ് ബ്രഹ്മാസ്ത്രം ചെയ്തത്. അതുകൊണ്ട് തന്നെ അതികായന്റെ കണ്ഠം മുറിക്കപ്പെട്ടു. ആ ശിരസ് വാനന്മാർ ശ്രീരാമന്റെ പാദത്തിൽ വെച്ച് നമസ്കരിക്കുന്നു. ഈ വാർത്ത അറിഞ്ഞ രാവണൻ ഹാ വിധി എന്ന് അലറുകയാണ്. തന്റെ വിധി എന്ന് ചിന്തിച്ചുകൊണ്ട് ഉറക്കെ വിലപിക്കുന്നു. എന്നിട്ട് രാവണൻ പറയുകയാണ്, മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാർ ഏറ്റവരെന്തിനി നല്ലതു ശങ്കര ദൈവമേ എന്ന് വിലപിക്കുകയാണ് രാവണൻ. എൻ്റെ മക്കളും അനുജന്മാരും മരുമക്കളും ഉൾക്കരുത്തുള്ള പടയും എല്ലാവരും മരിച്ചു പോയിരിക്കുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ ശങ്കര ഭഗവാനെ ദൈവമേ എന്നൊക്കെ ഇവിടെ രാവണൻ വിലപിക്കുകയാണ്. ആ വിലപിക്കുന്നത് കണ്ടിട്ട് ഇന്ദ്രജിത്ത്, രാവണന്റെ മകനായ ഇന്ദ്രജിത്ത് രാവണനെ നമസ്കരിക്കുന്നു. ഖേദമുണ്ടാകരുതേതുമേ മാനസേ താതന് ഞാൻ ഇഹ ജീവിച്ചിരിക്കവേ. ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ ഒരു തരത്തിലും ദുഃഖിക്കേണ്ടതില്ല. ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ട്, അത്തരം തീർത്ത് ഇങ്ങിരുന്നരുളേണമേ. അച്ഛൻ ഇവിടെ ദുഃഖിക്കാതെ ദുഃഖം ഒഴിവാക്കിയിട്ട് സന്തോഷത്തോടു കൂടിയിരിക്കൂ. ഞാൻ ശത്രുക്കളെല്ലാം തന്നെ വധിച്ചിട്ട് വരുന്നതാണ് എന്ന് പറയുന്നു. അത് കേട്ട് അല്പം മനസമാധാനം വീണ്ടെടുത്ത രാവണൻ യുദ്ധേ ജയിപ്പാൻ വേണ്ടിയിട്ട് സുഖമേ ജയിച്ചു വരിക എന്ന് അനുഗ്രഹം കൊടുത്തു. ഇന്ദ്രജിത്താവട്ടെ ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്ന് ജംബാരിജിത്തും നികുംപില പൊക്കിയതു. ലങ്കാനഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു ഗുഹയുടെ പേരാണ് നികുംപില. ആ നികുംപിലയിൽ ചെന്നിട്ട് ശിവപ്രസാദത്തിന് വേണ്ടിയിട്ട്, ശിവന്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോമം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചു. സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമം ആരംഭിച്ചു തന്നേരം സംഭാരങ്ങളൊക്കെ സംഘടിപ്പിച്ച് അവിടെ ഇന്ദ്രജിത്ത് ആ നികുംബലയിൽ വെച്ച് ഒരു ഹോമം നടത്തുകയാണ്. രക്തമാല്യാംബര ഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാന്യുതം ഭക്തി പൂണ്ട് ജ്വലിപ്പിച്ച് അഗ്നിദേവനെ ശക്തി തനിക്ക് വർദ്ധിച്ചു വരുവാനായി ചുവന്ന ഒരു മാല ധരിച്ച് ദിവ്യ വസ്ത്രങ്ങൾ ധരിച്ച് ഗന്ധാനുലേപനങ്ങളൊക്കെ ഗന്ധങ്ങളെല്ലാം അനുലേപനം ചെയ്തുകൊണ്ട് ദേഹത്ത് ഗന്ധങ്ങളെല്ലാം അഥവാ ചന്ദനാദികളൊക്കെ ചാർത്തിയിട്ട് ഗുരുവിന്റെ ഉപദേശമനുസരിച്ച് അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട്
ഇന്ദ്രജിത്ത് ഹോമം ആരംഭിക്കുന്നു, തനിക്ക് ശക്തി വർദ്ധിച്ചു വരുന്നതിന് വേണ്ടിയിട്ട്. വ്യക്തവർണ്ണസ്വര മന്ത്ര പുരസ്കൃതം, വ്യക്തമായിട്ടുള്ള മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് കർത്തവ്യമായുള്ള കർമ്മം കഴിച്ച് തന്റെ കർമ്മങ്ങൾ എന്തെല്ലാമാണോ ഈ ഹോമവിധി അനുസരിച്ച് ചെയ്യേണ്ടത് അതെല്ലാം ചെയ്തുകൊണ്ട് ചിത്രഭാനു പ്രസാദത്താൽ, അഗ്നിപ്രസാദത്താൽ അതിദ്രുതം ശസ്ത്രാസ്ത്ര ചാപരദാദികളോടും അന്തർധാന വിദ്യയും ലബ്ധ്വാ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു. എന്നിട്ട് ആ ഹോമം ചെയ്തതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് പല ഗുണങ്ങളും കിട്ടുകയാണ്. അപ്രത്യക്ഷമാകാനുള്ള വിദ്യ ലഭിക്കുന്നു, അതുപോലെ ദിവ്യ അസ്ത്രങ്ങൾ ലഭിക്കുന്നു. അങ്ങനെ ആ ഹോമത്തിന്റെ ഫലമായിട്ട് ഇന്ദ്രജിത്തിന് വിവിധങ്ങളായിട്ടുള്ള ഗുണങ്ങളെല്ലാം ലഭിക്കുന്നു. രാക്ഷസരെ ചെറുത്ത് ആർത്തിയിടുവാൻ മേഘജാലം വർഷിക്കുന്നത് പോലെ മേഘനാഥൻ കണ തൂക്കി തുടങ്ങാൻ. പോർക്കളം പോകുന്ന നേരത്ത്, അതായത് ആ യുദ്ധത്തിന് വേണ്ടി പോയ സമയത്ത് കവികൾ, കുരങ്ങന്മാർ രാക്ഷസരെ എല്ലാം എടുത്ത് എറിയുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നു. ആ സമയത്ത് മേഘനാഥൻ മേഘജാലം വർഷിക്കുന്നത് പോലെ അമ്പുകൾ എയ്തു തുടങ്ങി. പാഷാണ പർവ്വത വൃഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ വാരണ വാജി പദാതി രഥികളും. വാനരന്മാർ രാക്ഷസപക്ഷത്തുള്ള ചതുരംഗ സൈന്യത്തെ ദാരുണമായിട്ട് പ്രഹരിക്കുന്നു. രാക്ഷസന്മാർ കണക്കറ്റ് ചത്തുപോകുന്നത് കണ്ടിട്ട് വിഷണനായ ഇന്ദ്രജിത്ത് ആകാശത്തിൽ മറഞ്ഞു നിന്നിട്ട് ബ്രഹ്മാസ്ത്ര പ്രയോഗം കൊണ്ട് വാനരന്മാരെ എല്ലാവരെയും ബോധരഹിതരാക്കുകയാണ്. സന്താപമോട് അന്തർധാനവും ചെയ്ത് സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം. അതായത് പാഷാണ പർവ്വതവൃക്ഷാദികൾ കൊണ്ട്, മരങ്ങളും അതുപോലെ കല്ലുകളും പാറകഷ്ണങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ഈ വാനരന്മാർ രാക്ഷസാദികളെ അതിഭീകരമായിട്ട് തന്നെ മർദ്ദിക്കുകയും തന്റെ പക്ഷത്തുള്ള സൈന്യം വലിയ രീതിയിൽ ദുഃഖിതരാവുകയും പലരും ഒട്ടനവധി രാക്ഷസന്മാർ മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അന്തർധാന വിദ്യ സ്വീകരിക്കപ്പെട്ട, അഥവാ അന്തർധാന വിദ്യ ഹോമത്തിലൂടെ ശിവന്റെ ശംഭുപ്രസാദത്തിലൂടെ കരഗതമാക്കിയ ഇന്ദ്രജിത്ത് അന്തർധാനം ചെയ്തുകൊണ്ട്, മറഞ്ഞിരുന്നുകൊണ്ട്, അപ്രത്യക്ഷമായിക്കൊണ്ട് ബ്രഹ്മാസ്ത്ര സഞ്ചയം എഴുതി തുടങ്ങി. ബ്രഹ്മാസ്ത്രം എഴുതി തുടങ്ങി. ആ ബ്രഹ്മാസ്ത്രം ഏറ്റിട്ട് ആ വാനരന്മാരെ മുഴുവൻ ആ ബ്രഹ്മാസ്ത്രം ബോധരഹിതരാക്കുകയാണ്. വൃക്ഷങ്ങൾ വെന്തും ഉറിഞ്ഞും വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങി. വൻമരങ്ങൾ ഭൂമിയിൽ കടപുഴകി വീഴുന്നത് പോലെ വാനര സൈന്യം, സുഗ്രീവന്റെ സൈന്യം, രാമന്റെ സൈന്യം ഓരോ വാനരന്മാരായിട്ട് ഭൂമിയിൽ പതിക്കുകയാണ്. പമ്പരാം മാർക്കടന്മാരുടെ മെയ്യിൽ വന്ന് 50ഉം 100ഉം 200ഉം 500ഉം അമ്പുകൾ കൊണ്ട് പിളർന്നു തുടങ്ങി. ഓരോരോ വാനരന്മാരുടെ ശരീരത്തിലേക്ക് 50ഉം 100ഉം 200ഉം എല്ലാം അമ്പുകൾ വന്ന് പതിക്കാൻ തുടങ്ങി. കമ്പം കലർന്ന് മോഹിച്ചു വീണിടിനാർ. അമ്പേറ്റോട്ട് വാനരന്മാരൊക്കെ ഭൂമിയിൽ പതിക്കുന്നു. 50 ബാണം വിവിധനേറ്റു. വിവിധൻ 50 ബാണം കൊണ്ടു. 9 മൈന്ദനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചത് അവണ്ണമേറ്റു ഗന്ധമാതന്മയിലും 29 നീലനും. 18 നീലനേറ്റു. 30 ഈരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻ മെയ്യിലും 40 ബാണങ്ങൾ 30 ഈരഞ്ച് 10 40 ബാണങ്ങൾ ജാമ്പവാന്റെ ശരീരത്തിലും 6 പനസനും 7 വിനതനും 26 സുഷേണനും, അതായത് 12 അമ്പുകൾ സുഷേണനും 8 കുമുദനും 6 ബാണം ഋഷഭനും, 30 ബാണം ഋഷഭനും, കേസരിക്ക് 6ഉം 50ഉം, അതായത് കേസരിക്ക് 15 ബാണം ചെയ്തു. 10 ശതബലിക്ക്, 9 ധൂമ്രന്, 10ഉം 8ഉം പ്രമാദിക്ക്, 10ഉം പുനർ25ഉം ഏറ്റിത് ശക്തിയേറും വേഗദർശിക്ക്. അതുപോലെ 40 കൊണ്ട് ദധിമുഖന്മയിൽ, 42 ഗവാക്ഷന്, 3 ഗവയനും 5 ശരഭനും, 3ഉം 4ഉം, അതായത് 7 സുമുഖനും. ദുർമുഖനേറ്റത് 24 അമ്പ്, സമ്മാനമായി 65 താരനും. ജ്യോതിർമുഖനും 60 ഏറ്റു. പുനരാതങ്കമോട് 80 അഗ്നിവദനനും. അംഗതന്മേൽ 75 ബാണവും. സുഗ്രീവനേറ്റു ശരശതം, 100 ബാണം സുഗ്രീവന്റെ ശരീരത്തിലുമേറ്റു. ഇത്തം കപികുല നായകന്മാർ 67 കോടിയും വീണിത് ഭൂതലേ. ഇപ്രകാരം ആ ബാണഗണങ്ങൾ ഏറ്റിട്ട് 67 കോടി വാനരന്മാരും ഭൂമിയിൽ പതിച്ചു വീണു. ആവതിൽ ഏതും ഇതിന് നമുക്കെന്ന് ദേവദേവന്മാരും അന്യോന്യം അന്നേരം വ്യാകുലം കൊണ്ട് പറഞ്ഞു. ദേവന്മാര് പരസ്പരം അത് കണ്ടിട്ട് ദുഃഖിച്ചുകൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിക്കുകയാണ്. അപ്രകാരം നിൽക്കുന്ന സമയത്ത് രൂഷ രാഘവന്മാരെയും എയ്തു വീഴ്ത്തിയിടിനാൻ മേഘനാഥൻ മഹാവീരവ്രതധരൻ. ആ സമയത്ത് ദേവന്മാര് പോലും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് മേഘനാഥൻ ശ്രീരാമ ലക്ഷ്മണന്മാരെ പോലും ആ ബ്രഹ്മാസ്ത്രം എയ്ത് ഭൂമിയിൽ വീഴ്ത്തി. മഹാവീരശാലിയായിട്ടുള്ള ഇന്ദ്രജിത്ത് രാമലക്ഷ്മണന്മാരെയും എയ്തു വീഴ്ത്തി. അനന്തരം രാക്ഷസന്മാർ വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശംഖധ്വനി മുഴക്കുകയാണ്. ഇന്ദ്രജിത്ത് ശംഖധ്വനി മുഴക്കിയിട്ട് ലങ്കയിൽ പോയി സുഖമായി വസിച്ചു.
തങ്ങൾ വിജയിച്ചു എന്ന് എല്ലാവരെയും അറിയിച്ചു. ദേവന്മാർ വളരെ നിരാശരായിട്ട് കരഞ്ഞു തുടങ്ങി. കൈകസി നന്ദനനായ വിഭീഷണൻ, ആ സമയത്ത് വിഭീഷണൻ, രാവണന്റെ സഹോദരനായ വിഭീഷണൻ, ഭാഗവതോത്തമനായിട്ടുള്ള ഭക്തപരായണനായിട്ടുള്ള ആ വിഭീഷണൻ, എല്ലാവരും ഇവിടെ ഭൂമിയിൽ മോഹാലസ്യപ്പെട്ട് ബോധം നശിച്ച് ബ്രഹ്മാസ്ത്രം ഏറ്റ് നിലംപരിശായിട്ട് നിൽക്കുന്നതിനിടയിലൂടെ കയ്യിൽ ഒരു കൊള്ളി കത്തിച്ചിട്ട്, ഒരു തീക്കൊള്ളി പിടിച്ചിട്ട് ഇരുട്ടത്ത് ആരെയാണ് അന്വേഷിക്കുക, കാണുക എന്നറിയാൻ വേണ്ടിയിട്ട്, കാണുവാൻ വേണ്ടിയിട്ട് കയ്യിൽ ഒരു തീക്കൊള്ളി പിടിച്ചുകൊണ്ട് ഓരോരുത്തരും കിടക്കുന്ന സമീപത്ത് കൂടി നോക്കുകയാണ്. കൊള്ളിയും മിന്നെ കിടക്കുന്നതിൽ പ്രാണനുള്ളവർ ആരെന്നറിയണമെന്നോർത്ത് ഈ കിടക്കുന്നതിൽ ആരൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് മരണപ്പെട്ടു പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഇരുട്ടത്ത് കയ്യിലൊരു തീക്കൊള്ളിയും കൊണ്ട് നടക്കുകയാണ്. സഞ്ചരിച്ചു തുടങ്ങിനാൻ ആക്കമേറും വായുപുത്രനും, ആ സമയത്ത് വായുപുത്രൻ ഹനുമാൻ സ്വാമിയും ഇതേപോലെ ഈ കിടക്കുന്ന ആളുകളെ അന്വേഷിച്ച് ആരൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത്, ആർക്കൊക്കെയാണ് അപകടം പറ്റിയത് എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് ആ ഇരുട്ടത്ത് കൂടി നടക്കുന്നു. ആ ഇനിയുള്ളതൊരു സഹായത്തിനെന്ന് ആരാക വേണമെന്ന് ഓർത്തിട്ടാണ് ഈ രണ്ടുപേരും, ആരാണ് ഇനി സഹായിക്കാനുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് വിഭീഷണനും അതുപോലെ ഹനുമാൻ സ്വാമിയും രണ്ട് ഭാഗത്തു നിന്ന് ആ ഇരുട്ടത്ത് കൂടി സഞ്ചരിക്കുന്നത്, ഇതിൽ ആരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. ചാകാതെ അവര് ഇതിൽ ആരെന്ന് നോക്കുവാൻ ഏകാഗിയായി നടക്കുന്നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു. അങ്ങനെ രണ്ടുപേരും ഈ ഇരുട്ടത്തു കൂടി ഈ കിടക്കുന്ന വാനന്മാരുടെ ഇടയിൽ ആരൊക്കെയാണ് ചാകാതെ ഉള്ളത് എന്ന് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടി. വിഭീഷണനും ഹനുമാൻ സ്വാമിയും കണ്ടുമുട്ടി. അവർ കണ്ടുമുട്ടിയിട്ട് പരസ്പരം ദുഃഖം പങ്കുവെച്ചു. തങ്ങളുടെ വംശത്തിൽ എല്ലാവർക്കും ഇത്തരത്തിൽ ബോധരഹിതരായിട്ട് കിടക്കുന്നു, പലരും മരിച്ചിരിക്കുന്നുവോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊന്നും അറിയുന്നില്ല എന്നൊക്കെ പരസ്പരം ദുഃഖം പങ്കുവെച്ചുകൊണ്ട് അവർ രണ്ടുപേരും വീണ്ടും അന്വേഷിച്ച് നടക്കുകയാണ് അതിനിടയിലൂടെ. ആ സമയത്ത് ജാമ്പവാൻ താതന്റെ അനുഗ്രഹം കൊണ്ട്, തൻ്റെ പിതാവിന്റെ അനുഗ്രഹം കൊണ്ട് മോഹം തീർന്ന് ആ മോഹാലസ്യപ്പെട്ടതിൽ നിന്ന് എഴുന്നേറ്റ് ബോധം തിരികെ ലഭിച്ചിട്ട് കണ്ണ് തുറക്കുവാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഇരിക്കുകയാണ്. ആ ക്ഷീണം കൊണ്ട് കണ്ണ് തുറക്കാൻ പോലും വയ്യ. പക്ഷേ പിതാവിന്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് മരണപ്പെട്ടില്ല. അതുകൊണ്ട് കണ്ണ് തുറക്കാൻ പോലും സാധിക്കാതെ ആ ഇരുട്ടത്ത് ഇങ്ങനെ ഇരിക്കുന്നു. കണ്ണു മിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിതാതരാൽ, ആ സമയത്ത് വിഭീഷണൻ അടുത്ത് ചോദിക്കുകയാണ്, നിന്നുടെ ജീവനുണ്ടോ കവി പുങ്കവ, നന്നായതെങ്കിൽ നീ എന്നെ അറിഞ്ഞതോ? അല്ലയോ, നിന്നുടെ ജീവൻ ബാക്കിയിരിക്കുന്നുണ്ടല്ലോ, വളരെ വളരെ നല്ലത്, എന്നെ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. കണ്ണു മിഴിച്ചുകൂടാ രുതിരം കൊണ്ട് നിന്നുടെ വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണൻ എന്നത് സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക. അത് കേട്ടിട്ട് ജാമ്പവാൻ പറയുകയാണ്, എനിക്ക് കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല, എൻ്റെ കണ്ണിൽ മുഴുവൻ ചോരയാണ്. ഈ അപകടം കൊണ്ട് ചോര ഒലിച്ചിരിക്കുന്നത് കൊണ്ട് കണ്ണ് തുറക്കാൻ വയ്യ. പക്ഷേ നിന്റെ ശബ്ദം കേട്ടിട്ട് എനിക്ക് തോന്നുന്നു നീ രാക്ഷസ രാജാവായിട്ടുള്ള വിഭീഷണനാണ് എന്ന് എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞാലും എന്ന് പറയുന്നു. സത്യം വിഭീഷണനായതു ഞാനിടോ സത്യമതേ. അപ്പൊ വിഭീഷണൻ പറയുകയാണ്, തീർച്ചയായിട്ടും ഞാൻ വിഭീഷണൻ തന്നെയാണ് എന്ന് പറയുന്നു. ഉടനെ തന്നെ ജാമ്പവാൻ തിരിച്ച് വിഭീഷണനോട് ചോദിക്കുകയാണ്, ബോധമുണ്ടല്ലോ ഭവാൻ ഏറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരയേണം ഇനിയടോ. ജാമ്പവാൻ ഉടനെ ചോദിക്കുന്നത്, ഭവാന് ബോധമുണ്ടല്ലോ, വിഭീഷണ അങ്ങേക്ക് ബോധമുണ്ടല്ലോ, വളരെ സന്തോഷം. ഈ മേഘനാഥന്റെ അഥവാ ഇന്ദ്രജിത്തിന്റെ അസ്ത്രമേറ്റിട്ട് ബോധം നശിച്ച് മരിച്ചു കിടക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മുടെ മാരുതി വായുപുത്രനായിട്ടുള്ള ഹനുമാൻ സ്വാമി ജീവനോടെ ഇരിക്കുന്നുണ്ടോ എന്ന് നീ ഒന്ന് അന്വേഷിക്കണം എന്ന് പറയുന്നു. ഇത് കേട്ട സമയത്ത് അത്ഭുതത്തോടു കൂടിയിട്ട് വിഭീഷണൻ ചോദിക്കുകയാണ്, വാദാത്മജനിൽ വാത്സല്യമുണ്ടായത് എന്ത്? എന്താണ് അങ്ങേക്ക് വാദാത്മജനിൽ വായുപുത്രനിൽ വാത്സല്യമുണ്ടായത്? രാമ, സൗമിത്രി, സുഗ്രീവ, അംഗദാദികളാം അവരേവരിലും വിശേഷിച്ച്, അതായത് രാമനെ നീ ചോദിച്ചില്ല, സുഗ്രീവനെ ചോദിച്ചില്ല, അംഗദനെ ചോദിച്ചില്ല, മറ്റാരെയും നീ ചോദിച്ചില്ല, ലക്ഷ്മണനെ ചോദിച്ചില്ല. നീ ആകെ ചോദിച്ചത് ഹനുമാന്റെ കാര്യം മാത്രമാണ്. എന്തുകൊണ്ടാണ് നിനക്ക് ഹനുമാൻ സ്വാമിയോട് ഇത്രയും വാത്സല്യം തോന്നുവാൻ കാരണമെന്ന് ചോദിക്കുന്നു. ജാമ്പവാൻ മറുപടി പറയുന്നു, എങ്കിലോ കേൾക്ക നീ, മാരുതി ഉണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. അല്ലയോ ഭീഷണ, നീ ഒരു കാര്യം മനസ്സിലാക്കൂ, മാരുതി ഉണ്ടെങ്കിൽ, ഹനുമാൻ സ്വാമി ഉണ്ടെങ്കിൽ മറ്റ് ഒരു സങ്കടവും നമുക്ക് ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിയാലും. മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ. എന്നാൽ മാരുതി മരിച്ചു എന്ന് പറയുകയാണെങ്കിൽ, അഥവാ മാരുതി മരിച്ചു പോയാൽ മറ്റാരൊക്കെ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല എന്നും ഭീഷണ നീ മനസ്സിലാക്കൂ എന്ന് പറയുന്നു. ഈ വാക്ക് കേട്ടിട്ട് സന്തോഷത്തോടു കൂടിയിട്ട്, അഭിമാനത്തോടു കൂടിയിട്ട്, സന്തോഷത്തോടു കൂടിയും ധൈര്യത്തോടു കൂടിയിട്ടും
അടുത്തുനിന്ന് ഹനുമാൻ സ്വാമി പറയുന്നു, ഞാനിതല്ലോ മരിച്ചില്ല, ഞാൻ എവിടെയുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വണങ്ങുകയാണ്. കാൽക്കലാമോദം ഉൾക്കൊണ്ട് വീണു വണങ്ങി ജാമ്പവാനെ നമസ്കരിക്കുകയാണ്. ഗാഠമായ ആശ്ലേഷവും ചെയ്തു ജാമ്പവാൻ. ആ ഹനുമാൻ സ്വാമിയെ ജാമ്പവാൻ ഗാഠമായിട്ട് ആശ്ലേഷം ചെയ്തു. കൂടെ തലയിൽ മുകർന്നു, തലയിൽ കൈകൾ കൊണ്ട് വിരലോടിച്ചുകൊണ്ട് പറയുകയാണ്, മേഘനാഥാസ്ത്രങ്ങൾ ഏറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവർ ആരുമില്ല നീ എന്നിയെ. അല്ലയോ മാരുതപുത്ര. ഹനുമാൻ സ്വാമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ ശിരസിൽ കൈവിരലുകൾ ഓടിച്ചുകൊണ്ട് ജാമ്പവാൻ പറയുകയാണ്, ഈ മേഘനാഥന്റെ അസ്ത്രങ്ങളേറ്റിട്ട് ഇവിടെ മരിച്ചു കിടക്കുന്ന നമ്മുടെ വാനര സൈന്യത്തിനെയും അതുപോലെ ശ്രീരാമ ലക്ഷ്മണന്മാരെയും രക്ഷിക്കുവാൻ നീയല്ലാതെ മറ്റാരുമില്ല, നിന്നെ കൊണ്ടല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല. പോക വേണം നീ ഹിമവാനയും കടന്ന് ആകുലമറ്റ് കൈലാസ ശൈലത്തോളം. ഹിമവാനയും കടന്ന് കൈലാസ ശൈലം വരെ നീ ഇവിടുന്ന് പോകണം. കൈലാസ സന്നിധിയെങ്കിൽ ഋഷഭാദ്രിമേലുണ്ട് ദിവ്യ ഔഷധങ്ങൾ. കൈലാസ സന്നിധിയിൽ ഋഷഭപർവ്വതത്തിന് ആ ഋഷഭപർവ്വതത്തിൽ ദിവ്യ ഔഷധങ്ങളുണ്ട് എന്ന് നീ മനസ്സിലാക്കൂ. 4 ദിവ്യൌഷധങ്ങൾ, 4 ദിവ്യൌഷധങ്ങൾ അവിടെ ഉണ്ട്. 4നും നാമങ്ങളും കേട്ടുകൊള്ളുക. ആ 4 പേര് ഞാൻ പറയാം. മുമ്പിൽ വിശല്യകരണി എന്നൊന്നെടോ. മുമ്പിൽ നിൽക്കുന്നത് വിശല്യകരണിയാണ്. പിൻപ് സന്താനകരണി, 2ാമത്തേത് സന്താനകരണിയാണ്. 3ാമതും നല്ല സുവർണകരണി, 3ാമത്തേത് സുവർണകരണി. 4ാമതും ചൊല്ലുവാൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. അല്ലയോ 4ാമത്തത് മൃതസഞ്ജീവനിയാണ്. അങ്ങനെ വിശല്യകരണി, സന്താനകരണി, സുവർണകരണി, മൃതസഞ്ജീവനി എന്നീ 4 ഔഷധങ്ങൾ കൈലാസ ശൈലത്തിനടുത്തുള്ള ഋഷഭപർവ്വതത്തിലുണ്ട്. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണാം, അവ 2നും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആ ഋഷഭപർവ്വതത്തിൽ 2 ശൃംഗങ്ങൾ ഉയർന്നു നിൽക്കുന്നത് കാണാം. അതിന്റെ മധ്യഭാഗത്താണ് ആ മരുന്നുകൾ ഉള്ളത്. ആദിത്യനോളം പ്രഭയുണ്ട് 4നും. ഈ 4 മരുന്നുകളും കണ്ടാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. കാരണം സൂര്യനെ പോലെ അത് ശോഭിക്കുന്നുണ്ട്. വേദസ്വരൂപങ്ങളാണ് അത് എന്നും നീ അറിയുക. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്ന് ആരാൽ വരിക മരുന്നുകളും കൊണ്ട് മാരുതനന്ദന പോക നീ വൈകാതെ. അതുകൊണ്ട് അല്ലയോ മാരുതനന്ദന, ഈ സമുദ്രവും വനങ്ങളും മലകളും എല്ലാം കടന്നിട്ട് രാജ്യങ്ങളും കടന്ന് എത്രയും പെട്ടെന്ന് തന്നെ നീ അവിടെ എത്തിയിട്ട് ആ മരുന്നുകൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇപ്രകാരം ജാമ്പവാൻ പറഞ്ഞത് കേട്ടിട്ട് മഹേന്ദ്രമേറിയിടിനാൻ. ഹനുമാൻ സ്വാമി ആ മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് മേരുവിനോളം വളർന്നു, വലിയൊരു മേരുവിനെ പോലെ വളർന്നു. വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹീതം കരുത്തോട് അലറിയിടിനാൻ. കാരണം ഇവിടെ ഈ ശാഖാമൃഗങ്ങളും ശ്രീരാമ ലക്ഷ്മണന്മാരും മരണപ്പെട്ട അവസ്ഥയിൽ കിടക്കുമ്പോൾ രക്ഷിക്കുവാൻ വേണ്ടി ഹനുമാൻ സ്വാമി മാത്രമേ ഉള്ളൂ എന്ന് ജാമ്പവാൻ പറയുകയും ആ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉപായം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോൾ അതിന്റെ സന്തോഷത്തിൽ തന്റെ ദൗത്യത്തിന്റെ ആ വലിപ്പം മനസ്സിലാക്കിയിട്ട് ഹനുമാൻ സ്വാമി മഹേന്ദ്രപർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് അലറിക്കൊണ്ട് ആ മരുന്ന് എടുക്കുവാൻ വേണ്ടിയിട്ട് യാത്ര പുറപ്പെടുകയാണ്. വായുവേഗേന കുതിച്ചുയർന്ന അമ്പരേ. വായുമണ്ഡലത്തിലേക്ക്, വായുവിനെ പോലെ കുതിച്ചുയർന്ന ആകാശത്തിലേക്ക് ഹനുമാൻ സ്വാമി പറന്നുയർന്നു പോകുന്നു. മണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയും അളകാപുരം മേരുഗിരിയും ഋഷഭാദ്രിയും കണ്ട് പോകുന്ന വഴിയിൽ ഈ പറയുന്ന ബ്രഹ്മാണ്ഡവും കൈലാസവും അളകാപുരിയും മഹാമേരും ഋഷഭാദ്രിയും ഒക്കെ കണ്ട് ഹനുമാൻ സ്വാമി വിസ്മയപ്പെടുകയാണ്. മാരുതനന്ദനൻ ഔഷധനത്തിനങ്ങ് മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ. എന്നാൽ ഈ വൃത്താന്തം ചാരന്മാർ അറിഞ്ഞു. ചാരന്മാർ ഈ വൃത്താന്തം നേരെ രാവണന്റെ സഭയിലെത്തി രാവണനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാരുതപുത്രൻ, വായുപുത്രൻ മരുന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഔഷധത്തിന് പോയിട്ടുണ്ട് എന്ന വാർത്ത രാവണനെ അറിയിച്ചു. രാവണൻ എന്ത് ചെയ്യണമെന്ന് അല്പനേരം ഒന്ന് ആലോചിച്ചു. തുടർന്ന് ആരെയും വിളിക്കാതെ തനിയെ കാലനേമിയുടെ ഗൃഹത്തിലേക്ക് ചെന്നു. അപ്രതീക്ഷിതമായിട്ട് രാവണന്റെ ഈ വരവ് കണ്ടിട്ട് കാലനേമി വിസ്മയപ്പെട്ടു. രാവണനെ പൂജിച്ച് വിദ്യാമണ്ഡം നമസ്കരിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, ഈ രാത്രിയിൽ തനിയെ അങ്ങ് ഇങ്ങോട്ട് എഴുന്നള്ളുവാനുള്ള കാരണം എന്താണ്? ദുഃഖിതനായ രാവണൻ കാലനേമിയോട് പറയുന്നു, ഈ കാലവിശേഷമൊന്നും പറയണ്ട. ഈ സമയത്ത് വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ട് സമയം കളയേണ്ടതില്ല. ചില കാര്യങ്ങൾ നിന്നോട് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. രാമനും ഞാനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ഞാൻ എൻ്റെ വേലുകൊണ്ട് ലക്ഷ്മണനെ വീഴ്ത്തി. തുടർന്ന് മേഘനാഥൻ വാനരന്മാരെയും രാമലക്ഷ്മണന്മാരെയും ബ്രഹ്മാസ്ത്രം കൊണ്ട് വധിച്ചു, ജയപേരി മുഴക്കി. ഇപ്പോൾ അവരെല്ലാം ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹനുമാൻ ഔഷധത്തിന് പോയിട്ടുണ്ട്. വല്ല പ്രകാരത്തിലും നീ അവന്റെ യാത്ര മുടക്കണം.
അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം. താപസനായി ചെന്ന് മാർഗമധ്യേ പൊക്കൂ, പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ച് കാലവിളംബനം വല്ല കണക്കിനും നീ വരുത്തണം. നീ ചെയ്യേണ്ടത്, അവൻ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു മുനിയുടെ വേഷം ധരിച്ച്, ഒരു താപസന്റെ വേഷം ധരിച്ച് ഇരിക്കുക. അവൻ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വരും. അപ്പോൾ അവനോട് അധ്യാത്മ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട്, ആത്മീയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവനെ കാലതാമസം വരുത്തണം. ആ കാലതാമസം വരുത്തുകയാണെങ്കിൽ നമുക്ക് കാര്യം സാധിക്കും എന്ന് പറയുന്നു. ഈ വാക്കുകൾ കേട്ടിട്ട്, തമോ ഗുണ പ്രധാനമായിട്ടുള്ള രാവണന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് കാലനേമി പറയുന്നു, സർവജ്ഞനായ അല്ലയോ ലങ്കേശ്വര, സമാധാനപരമായ ചില വാക്കുകൾ ഞാൻ അങ്ങയോട് പറയാം. അത് അങ്ങ് ശ്രദ്ധിച്ച് കേൾക്കണം. മാരീചനെ പോലെ നിനക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ ഒരു കാര്യം രാവണ, മക്കളും മരുമക്കളും ചെറുമക്കളും ഭൃത്യന്മാരും എല്ലാം മരിച്ചിട്ട് നീ മാത്രം ജീവിച്ചിരുന്നാൽ നിനക്ക് ദുഃഖമല്ലാതെ മറ്റെന്ത് ഫലമാണ് ഉണ്ടാവുക? നിനക്ക് രാജ്യം കൊണ്ടോ സീതയെ കൊണ്ടോ എന്ത് നേട്ടമാണ് പിന്നീട് കിട്ടാനുള്ളത്? ശരീരം കൊണ്ട് നിനക്ക് എന്ത് ഫലമാണ് പിന്നീടുള്ളത്? നീ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ സീതയെ രാമന് തിരിച്ചു കൊടുത്ത് വിഭീഷണന് രാജ്യത്തെ വിട്ടുകൊടുക്കുക. സീതയെ രാമന് കൊണ്ട് കൊടുത്തു നീ സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക. കാനനം തന്നിൽ മുനിവേഷവും പൂണ്ട് മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷസ്യുത്തായ ശുദ്ധതോയെ കുളിച്ച് അത്യന്ത ഭക്തിയോടെ അർക്കോദയം കണ്ട് സന്ധ്യാ നമസ്കാരവും ചെയ്ത് ശീഘ്രം ഏകാന്തേ സുഖാസനം പ്രാപിച്ച് തുഷ്ടനായി സർവവിഷയ സംഘങ്ങളും കൈവിട്ട് സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ച് ഉടൻ ആത്മനെ കണ്ടുകണ്ട് ആത്മാനമാത്മന സ്വാത്മോദയം കൊണ്ട് സർവലോകങ്ങളും സ്ഥാവര ജംഗമ ജാതികളായുള്ള ദേവ തിര്യങ് മനുഷ്യാദി ജന്തുക്കളും തുടങ്ങി വലിയൊരു ഉപദേശം കൊടുക്കുകയാണ്. അതായത് നിനക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം നിന്റെ ഭാര്യയും മക്കളും സഹോദരന്മാരും രാജ്യവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം നിനക്ക് സീതയെ കൊണ്ടോ ഈ രാജ്യം കൊണ്ടോ എന്താണ് നേടുവാനുള്ളത്? നീ സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ സീതയെ രാമന് കൊണ്ട് കൊടുക്കുക. നിന്റെ സഹോദരനായ വിഭീഷണന് രാജ്യം കൊടുക്കുക. എന്നിട്ട് നീ കാട്ടിൽ പോയിട്ട് സന്യസിക്കുക, സന്യാസം സ്വീകരിക്കുക. ആത്മഗതിക്കുള്ള ആചാരങ്ങളൊക്കെ അനുഷ്ഠിക്കുക. ആത്മനി കണ്ടുകണ്ട് ആത്മാനമാത്മന, ആത്മാവിനെ കാണുക. ആത്മാവിനെ നിത്യനും മറ്റു കാണപ്പെടുന്ന ചരാചര പ്രപഞ്ചമെല്ലാം അനിത്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, ആത്മാവ് മാത്രമാണ് നിത്യമെന്ന് മനസ്സിലാക്കിയിട്ട്, മറ്റ് കാണുന്നതൊക്കെ അനിത്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് ബ്രഹ്മധ്യാനം ചെയ്താൽ നിത്യമായിട്ടുള്ള ആനന്ദത്തെ നിനക്ക് ലഭിക്കും. അത് മാത്രമാണ് പരമമായിട്ട് നിലനിൽക്കുന്ന ആനന്ദം. നീ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ആനന്ദമൊക്കെ തന്നെ നിലനിൽക്കുന്നതല്ല എന്ന് പറയുന്നു. അല്ലാതെ ലൗകിക സുഖഭോഗങ്ങളിൽ മോഹിച്ച് ആപത്തുകൾ വലിച്ച് വയ്ക്കുന്നത് നിത്യം നരകത്തിൽ ചെന്ന് പതിക്കാനുള്ള ഒരു വഴിയാണ് രാവണ എന്ന് നീ മനസ്സിലാക്കൂ. നിന്റെ ഇപ്പോഴുള്ള സകല ആഗ്രഹങ്ങളും അത് കേവലം മായയാണ് എന്ന് നീ മനസ്സിലാക്കിയാലും എന്ന് പറയുന്നു. തുടരുകയാണ്, ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവന് വന്നു തഥാ. അതായത് ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഒരു ഗുരുവിന്റെ ഉപദേശമനുസരിച്ച് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചു കഴിയുമ്പോഴാണ് ആത്മാവിനെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുക. ധ്യാനിപ്പതിന് സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനെ ഭക്തി പരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച്. നിനക്കിനി ധ്യാനിച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അഥവാ ധ്യാനിച്ചിരിക്കാൻ നിനക്ക് കഴിവില്ല എങ്കിൽ, ധ്യാനിച്ച് മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ സഗുണമൂർത്തി ധ്യാനം കൊണ്ടും മുക്തി നേടാം. അതിനു വേണ്ടിയിട്ട് പറയുന്നത്, അത്യന്ത ശുദ്ധ്യ സ്വബുദ്ധ്യ നിരന്തരം ഹൃൽ പത്മകർണികാമധ്യേ, നിന്റെ ഹൃദയപത്മത്തിന്റെ മധ്യഭാഗത്ത് സുവർണ പീഠോൽപലെ, ഒരു സ്വർണ്ണപീഠത്തിൽ രത്നഗണാഞ്ചിതേ നിർമ്മലേ സൃഷ്ണേ മൃദുതരേ സീതയാ സംസ്കൃതം. അതായത് നമ്മുടെ ഹൃദയപത്മത്തിൽ മനസ്സാകുന്ന ആ താമരപ്പൂവിന്റെ മധ്യത്തിൽ ഒരു സുവർണ മണിമയ സിംഹാസനത്തിൽ സർവാഭരണ വിഭൂഷിതനായിട്ട് ചാപബാണങ്ങളും ധരിച്ചുകൊണ്ട് സീതാസമേതനായിട്ടുള്ള ലക്ഷ്മണ സേവിതനായിട്ടുള്ള പരമശിവനാൽ പോലും വന്ദിക്കപ്പെടുന്ന ശ്രീരാമചന്ദ്രനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ധ്യാനിക്കണം. രാമകഥ കേൾക്കുകയും രാമനാമം ജപിക്കുകയും പരബ്രഹ്മയുക്തനായി ധ്യാനിച്ചുകൊണ്ട് ത്വച്ചരിത്രം കേട്ടുകൊള്ളുകയും രാമനാമം കേൾക്കുകയും ചൊല്ലുകയും രാമമന്ത്രം
ചൊല്ലുകയും രാമരാമേതി സന്തതം എപ്പോഴും കേൾക്കുകയും ചൊല്ലുകയും ഒക്കെ പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ കാലം കഴിച്ചു കൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു? അപ്രകാരം രാമനാമം മാത്രം കേൾക്കുകയും രാമനാമം മാത്രം ചൊല്ലുകയും രാമമന്ത്രം മാത്രം പറയുകയും സദാസമയം രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ജന്മജന്മാന്തരത്തിങ്കലുള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോകും നിശ്ചയം. ജന്മജന്മാന്തരങ്ങളായിട്ട് എത്രയോ തലമുറകളിലൂടെ എത്രയോ ജന്മങ്ങളിലൂടെ സമ്പാദിച്ചു വച്ചിരിക്കുന്ന പാപങ്ങൾ പോലും നശിച്ചു പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വൈരം വെടിഞ്ഞ് അതിഭക്തി സംയുക്തനായ ശ്രീരാമദേവനെ തന്നെ ഭജിക്കുക. അതുകൊണ്ട് ശ്രീരാമനോടുള്ള വൈരമെല്ലാം നിർത്തിയിട്ട് ശ്രീരാമനെ ഭജിക്കുക. അദ്ദേഹത്തെ നിരന്തരം ഭജിച്ചാൽ അദ്ദേഹം നിനക്ക് മോക്ഷം നൽകും. രാക്ഷസേതനൻ കാലദേവി പറഞ്ഞൊരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ അമൃതതുല്യമായിട്ടുള്ള വാക്കുകളാണ് ഇവിടെ കാലദേവി പറഞ്ഞത്. പക്ഷെ അത് കേട്ട സമയത്ത് രാവണൻ ക്രോധ താമ്രാക്ഷനായി വാളുമായി തൽഗളം ഛേദിപ്പതിനൊരുമ്പെട്ടു. ക്രോധത്തോടു കൂടിയിട്ട് തന്റെ വാളുയർത്തിയിട്ട് കാലനേമിയുടെ കഴുത്ത് മുറിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായി. കാലനേമിയുടെ കഴുത്ത് മുറിക്കാൻ അഥവാ കാലനേമിയെ വധിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായ സമയത്ത് കാലനേമി പറയുന്നു, ഹേ ലങ്കേശ്വര, ഈ ക്രൂരഭാവങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? രൂക്ഷ സ്വഭാവം ഇതുകൊണ്ട് കിം ഫലം? എന്താണ് നിനക്കതുകൊണ്ട് നേടാനുള്ളത്? നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പൻ. നീ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം, നിന്റെ കൽപ്പന ഞാൻ അനുസരിക്കാം. എനിക്ക് യാതൊരു മടിയുമില്ല. അതെനിക്ക് മോക്ഷത്തിനുള്ള മാർഗമാണ് എന്നെനിക്ക് തീർച്ചയായിട്ടും അറിയാം. സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാകുന്നത് എന്നും എനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് എനിക്ക് മോക്ഷമാണ് ലഭിക്കുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ നിന്നിൽ നിന്നുള്ള മരണം ഏറ്റുവാങ്ങാതെ ശ്രീരാമന്റെ കയ്യിൽ നിന്നുള്ള മോക്ഷത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നത് എന്ന് പറഞ്ഞിട്ട് സന്യാസ വേഷം ധരിച്ച് ഹിമാലയ പർവ്വതത്തിന്റെ സമീപത്തിൽ ഒരു മായ കൊണ്ട് ഒരു ആശ്രമം സൃഷ്ടിച്ച് കാലനേമി അവിടെ വസിക്കുന്നു. ഹിമാലയ പർവ്വതത്തിന് അടുത്തെത്തിയ ഹനുമാൻ സ്വാമി മുൻപ് അവിടെ അത്തരത്തിൽ ഒരു ആശ്രമം കണ്ടിട്ടില്ലല്ലോ എന്ന് ചിന്തിച്ചു നിന്നാൻ ഇവിടെ ഒരു ആശ്രമം എന്തുമൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ. മാർഗവിഭ്രംശം വരികയോ, എനിക്ക് വഴിതെറ്റിപ്പോയോ? കേവലം ഓർക്കണം, എൻ മനോവിഭ്രമമല്ലല്ലോ, എൻ്റെ മനോവിഭ്രമമല്ലല്ലോ. ഞാൻ മുമ്പ് ഇതിലെ വന്ന സമയത്ത് ഇങ്ങനെ ഒരു ആശ്രമം ഇവിടെ കണ്ടിട്ടില്ല, എനിക്ക് വഴിതെറ്റിയതാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്, എന്തായാലും ഒരു ആശ്രമമാണല്ലോ, അവിടെ താപസനുണ്ടല്ലോ, അദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ച് അല്പം ജലം കുടിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ച് ഹനുമാൻ സ്വാമി ആ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ കാണുന്ന കാഴ്ച, ശാലയിൽ ഋതിക് സദസ്യാദികളോടും ഇന്ദ്രയാഗം ദൃഢമാന്മാർ അനുഷ്ഠിച്ച് ചന്ദ്രചൂഡ പ്രസാദം വരുത്തിയിടുവാൻ ഭക്തിയാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരേന്ദ്രനാം താപസശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്ത് ഉടൻ ജഗൽപ്രാണതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. ഹനുമാൻ സ്വാമി അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്നത്, അവിടെ ശുദ്ധജല തടാകങ്ങൾ കൊണ്ടും വൃക്ഷങ്ങൾ കൊണ്ടും അതുപോലെ ഫലമൂലങ്ങളെ കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ആശ്രമമാണ്. രാക്ഷസനായിട്ടുള്ള കാലനേമി അവിടെ അനേകം മായാ ശിഷ്യന്മാരെ കൊണ്ട് മഹർഷിമാരോടൊപ്പം ഇന്ദ്രയാഗം അനുഷ്ഠിച്ച് ശിവപൂജ ചെയ്ത് വസിക്കുന്ന കാഴ്ചയാണ് ഹനുമാൻ സ്വാമി കാണുന്നത്. ഹനുമാൻ സ്വാമി ഭക്തിപൂർവം മഹർഷിയുടെ കാൽക്കൽ നമസ്കരിച്ചു. എന്നിട്ട് പറയുന്നു, രാമദൂതോഹം ഹനുമാനിതി മമ നാമം പവനജൻ അഞ്ജനാനന്ദനൻ. വായുപുത്രനായിട്ടുള്ള അഞ്ജനാനന്ദനായിട്ടുള്ള രാമന്റെ ദൂതനായിട്ടുള്ള ഞാൻ, എൻ്റെ പേര് ഹനുമാൻ എന്നാണ്. ഞാൻ രാമകാര്യാർത്ഥമായി ക്ഷീരാംബുരാശിക്ക് സമോദമെന്ന് പോകുന്നു. രാമകാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പാൽക്കടൽ വരെ പോവുകയാണ്. അങ്ങയുടെ ആശ്രമം കണ്ട സമയത്ത് അല്പം ജലം കുടിച്ചിട്ട് പോകാമെന്ന് തീരുമാനിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് ജലം എവിടെ ലഭിക്കും എന്ന് അവിടുന്ന് പറഞ്ഞാലും എന്ന് പറയുന്നു. മാമകമായ കമണ്ഡലു സ്ഥലം ജലം അമയം തീരുവോളം കുടിച്ചിടുക. എൻ്റെ കയ്യിലുള്ള കമണ്ഡലുവിൽ നിന്ന് നീ ആവുവോളം ജലം കുടിച്ചാലും എന്ന് കാലനേമി ഹനുമാൻ സ്വാമിയോട് പറയുന്നു. പക്വഫലങ്ങളും ഭക്ഷിച്ച് അനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞൊന്നുറങ്ങുക, ഏതും പരിഭ്രമിക്കേണ്ട ഭവാൻ. നീ ഈ ജലം കുടിച്ചിട്ട് അല്പം പഴങ്ങളും ഒക്കെ കഴിച്ച് കായ്കനികളും ഒക്കെ കഴിച്ച് അല്പസമയം ഇവിടെ വിശ്രമിച്ച് കുറച്ച് സമയം ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ പോയാൽ മതി. ഏതും പരിഭ്രമിക്കേണ്ട, യാതൊരു പരിഭ്രമവും നിനക്കുണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിത്. ഞാൻ കഴിഞ്ഞുപോയ കാര്യവും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യവും ഇനി സംഭവിക്കാനുള്ള കാര്യവും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. സുവ്യക്തമാണ് എനിക്കത്, അതെനിക്ക് വ്യക്തമാണ്. വാനരന്മാരും സുമിത്രാതനയനും മാനവവീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്ന് എഴുന്നേറ്റതെല്ലാവരും ആഹവത്തിന് ഒരുമിച്ചു നിന്നിടിനാർ.
ഞാനിപ്പോൾ കാണുന്നത്, എൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് കാണുന്നത്, വാനരന്മാരും ശ്രീരാമനും ലക്ഷ്മണനുമൊക്കെ അവരുടെ ആ ബോധക്കേട് നിന്ന് മാറിയിട്ട് അവരൊക്കെ ഇപ്പോൾ യുദ്ധത്തിന് തയ്യാറായി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നീ ഇപ്പോൾ ഔഷധത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. അല്പസമയം ഇവിടെ വിശ്രമിച്ച് ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ഫലമൂലാദികളൊക്കെ കഴിച്ച് ജലം ആവോളം പാനം ചെയ്ത് അല്പസമയം വിശ്രമിച്ച് ഉറങ്ങിയിട്ടൊക്കെ പോയാൽ മതി എന്ന് ഇവിടെ കാലനേമി ഹനുമാൻ സ്വാമിയോട് പറയുന്നു. ഹനുമാൻ സ്വാമി പറയുകയാണ്, എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ, അങ്ങ് വളരെ കരുണാമയനാണ്. എനിക്ക് ദാഹം ഒരുപാടുണ്ട്. അതുകൊണ്ട് പോരാ കമണ്ഡലു സംസ്ഥിതമാം ജലം, ആ കമണ്ഡലുവിൽ നിന്നുള്ള ജലം മാത്രം കൊണ്ട് എൻ്റെ ദാഹം തീരുകയില്ല. അതുകൊണ്ട് എനിക്ക് ജലം അധികം ലഭിക്കുന്ന ഒരു സ്ഥലം കാണിച്ചു തന്നാലും എന്ന് പറയുന്നു. മായാവിരചിതനായ വടുവിനെ, മായ കൊണ്ട് സൃഷ്ടിച്ച ഒരു ബ്രഹ്മചാരിയെ കാലനേമി ഹനുമാൻ സ്വാമിയുടെ കൂടെ പറഞ്ഞു വിടുകയാണ്. തോയാകരം ചെന്ന് കാട്ടിക്കൊടുക്കൂ, ഒരു കുളം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. ആ സമയത്ത് കാലനേമി ഹനുമാൻ സ്വാമിയോട് ഉപദേശിക്കുകയാണ്, നേത്ര നിമീലനം ചെയ്തു പാനീയവും പീത്വാ മമാന്തികം പ്രാപിക്ക സത്വരം. നീ ആ കുളത്തിൽ ചെന്ന്, ആ തടാകത്തിൽ ചെന്ന്, ജലാശയത്തിൽ ചെന്ന് ജലം കുടിക്കുന്ന സമയത്ത് കണ്ണുകൾ അടച്ച് വേണം ജലം കുടിക്കാൻ. അപ്രകാരം കണ്ണുകൾ അടച്ച് ആ ജലം കുടിച്ച് തിരിച്ച് എൻ്റെ സമീപത്തേക്ക് എത്തുക. എന്നാൽ നിനക്ക് ഔഷധം കണ്ടുകിട്ടുവാൻ ഇന്ന് നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ. ആ സമയത്ത് നീ ആ ജലാശയത്തിൽ ചെന്ന് കണ്ണടച്ച് ജലം കുടിച്ച് തിരിച്ച് ഇവിടേക്ക് വളരെ പെട്ടെന്ന് വരികയാണ് എങ്കിൽ നിനക്ക് നീ അന്വേഷിക്കുന്ന ഔഷധം കണ്ടുകിട്ടുവാനുള്ള ഒരു മന്ത്രം, ഒരു മന്ത്രോപദേശം ഞാൻ നിനക്ക് നൽകാം എന്ന് പറയുന്നു. അത് കേട്ട് വിശ്വാസേന മാരുതി ചെന്നാൻ അയച്ച വടുവിനോടും മുതാ. ആ കാലനേമിയെ വിശ്വസിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി ആ ബ്രഹ്മചാരിയുടെ കൂടെ ആ ജലാശയത്തിന്റെ സമീപത്തേക്ക് എത്തി. കണ്ണുമടച്ച് വാപീതടം പ്രാപിച്ച് തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരെ വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവിവീരനെ തിന്നുകളവാൻ ഒരുമ്പെട്ട നേരത്ത് കണ്ണു മിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ. അപ്രകാരം കാലനേമിയുടെ വാക്ക് കേട്ട് ആ ജലാശയത്തിൽ എത്തിയിട്ട് അവിടെ കാലനേമി പറഞ്ഞതനുസരിച്ച് കണ്ണടച്ച് ജലം കുടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ സമയത്ത് ഭയങ്കരിയായ ഒരു പെൺ മകര മത്സ്യം ഉയർന്നു വരികയും ഹനുമാൻ സ്വാമിയെ തിന്നുകളയാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്തു. കണ്ണുമിഴിച്ച് കവീന്ദ്രൻ നോക്കി. ആ സമയത്ത് ഹനുമാൻ സ്വാമി കണ്ണു തുറന്നു നോക്കി. വായു തുറന്നു വരുന്ന ആ മകരിയെ തൻ്റെ കൈകൊണ്ട് പിടിച്ച് രണ്ടായിട്ട് പിളർന്നു കളഞ്ഞു ഹനുമാൻ സ്വാമി. ദേഹം ഉപേക്ഷിച്ച് മേൽപോട്ട് പോയത് ദേഹിയും മിന്നൽ പോലെ ആ മകരിയുടെ ശരീരത്തിൽ നിന്ന് ഒരു മിന്നൽ കൊടി പോലെ ഒരു ആത്മചൈതന്യം മുകളിലേക്ക് ഉയർന്നു. ദിവ്യ വിമാനദേശയെ കണ്ടിതന്നേരം ദിവ്യരൂപത്തോട് നാരീമണിയെയും ഒരു മനോഹരിയായ ഒരു ദിവ്യ സ്ത്രീയെ ആ സമയത്ത് ആ ആത്മചൈതന്യത്തിൽ നിന്നും കാണുകയാണ്. ചേതോഹരാംഗിയാം അപ്സര സ്ത്രീ മണി വാദാത്മജനോട് ചൊന്നാൾ. ആ സമയത്ത് ആ അപ്സര സ്ത്രീ ഹനുമാൻ സ്വാമിയോട് പറയുകയാണ്, നിന്നുടെ കാരുണ്യമുണ്ടാകയാൽ എനിക്ക് ഇന്ന് വന്നു ശാപമോക്ഷം കപിവരാം. നിന്റെ കരുണ കൊണ്ട് അല്ലയോ കപിശ്രേഷ്ഠ, എനിക്കിപ്പോൾ ശാപമോക്ഷം സംഭവിച്ചു. മുന്നം ഒരു അപ്സര സ്ത്രീ ഞാൻ ഒരു മുനി തന്നെ ശാപേന രാക്ഷസിയായതും. ഞാൻ മുമ്പ് ഒരു അപ്സര സ്ത്രീ ആയിരുന്നു. ഒരു മുനിയുടെ ശാപം കൊണ്ടാണ് ഞാൻ ഒരു രാക്ഷസിയായി തീർന്നത്. എൻ്റെ പേര് ധന്യമാലി എന്നാണ്. ധന്യമാലി ഇതി മേ നാമം മഹാമതേ. എൻ്റെ പേര് ധന്യമാലി എന്നാണ്. അത്ര പുണ്യാശ്രമേ നീ കണ്ട താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാകരൻ. ഇപ്പോൾ കണ്ട ആ ആശ്രമത്തിൽ നീ കണ്ട താപസൻ യഥാർത്ഥ താപസനല്ല, അത് കാലനേമി എന്ന രാക്ഷസനാണ്. രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവക മാർഗ വിഘ്നം വരുത്തിയിടുവാൻ. അവൻ രാവണന്റെ കൽപ്പന അനുസരിച്ച് നിന്റെ മാർഗത്തിന് തടസ്സം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കിയാലും. താപസവേഷം ധരിച്ചിരിക്കുന്നത് താപസ ദേവഭൂദേവാദിഹിംസകൻ. ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ച് ദിവ്യൌഷധങ്ങളും കൊണ്ടങ്ങ് ചെല്ലുക. ആ ദുഷ്ടൻ ഒരു മുനിയുടെ വേഷം ധരിച്ചിരിക്കുന്നത് രാവണന്റെ കൽപ്പനയനുസരിച്ചാണ്. നിന്റെ മാർഗത്തെ മുടക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഔഷധങ്ങൾ നിനക്ക് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അല്ലയോ വായുപുത്ര കപിശ്രേഷ്ഠ, നീ ആ ദുഷ്ടനെ എത്രയും പെട്ടെന്ന് വധിച്ചു കളഞ്ഞിട്ട് ദ്രോണപർവ്വതം പ്രാപിച്ച് ദിവ്യൌഷധങ്ങളും വഹിച്ചുകൊണ്ട് തിരികെ ചെന്ന് ആ യുദ്ധത്തിൽ പങ്കെടുക്കുക. ആ രാക്ഷസവംശത്തെ നശിപ്പിക്കുക. ഞാൻ ഇപ്പോൾ ബ്രഹ്മലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്, നിനക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ധന്യമാലി തിരിച്ചു പോകുന്നു. ആ സമയത്ത് ഹനുമാൻ സ്വാമി
ധന്യമാലതി പോയതിനു ശേഷം ഹനുമാൻ സ്വാമി കാലനേമിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. വന്നിടുവാൻ ഇത്ര വൈകിയതെന്തടോ, കാലമിനി കളയാതെ വരിക നീ, മൂലമന്ത്രോപദേശം ചെയ്വനാശു ഞാൻ. കാലനേമി ഹനുമാൻ സ്വാമിയോട് പറയാണ്, നീ എന്താണ് ഇത്രയും വൈകിയത്? വേഗം നീ എൻ്റെ സമീപത്തേക്ക് വരൂ, നിനക്ക് മൂലമന്ത്രം ഞാൻ ഉപദേശിച്ചു തരാമെന്ന് പറയുന്നു. അത് കേട്ട് ഹനുമാൻ സ്വാമി തൽക്ഷണേ മുഷ്ടിയും ബദ്ധ്വാ ദൃഢതരം രക്ഷപ്രവരോത്തമാങ്കെ കവിവരൻ ഒന്നടിച്ചാൻ. അതുകൊണ്ട് അവനും തഥാ ചെന്ന് പൊക്കിയിടിനാൻ ധർമ്മരാജാലയം. അത് കേട്ടിട്ട് ഹനുമാൻ സ്വാമി നേരെ കാലനേമിയുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നിട്ട് മുഷ്ടി ചുരുട്ടി തലയ്ക്ക് ഒരു പ്രഹരമേൽപ്പിക്കുകയും ആ ഒറ്റ അടി കൊണ്ട് തന്നെ കാലനേമി കാലപുരി പൂക്കുകയും ചെയ്തു, അഥവാ മരണപ്പെടുകയും ചെയ്തു. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ, ഔഷധാവാസ വൃഷഭാദ്യയും കണ്ടില്ല. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നോക്കും വിധൗ, ഔഷധാവാസം വൃഷഭാദ്രിയും കണ്ടിത് ഔഷധമൊന്നുമേ കണ്ടതുമില്ല. ഹനുമാൻ സ്വാമി പാൽക്കടലും ദ്രോണപർവ്വതവും കണ്ടു വന്ദിച്ചു. ദ്രോണപർവ്വതം മുഴുവൻ നോക്കിയെങ്കിലും ഔഷധത്തെ കണ്ടെത്താനായില്ല. ഉടനെ കോപിച്ചിട്ട് ആ പർവ്വതത്തെ തന്നെ ഇളക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ച് എണാഗവിബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്ന് അൻപോട് രാഘവൻ മുൻപിൽ വച്ച് ഇണ്ടൽ തീർത്തിയിടാൻ വൻപടയ്ക്ക നേരം. ആ ഋഷഭാദ്രിയിൽ മുഴുവൻ നോക്കിയിട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ആ 4 ഔഷധങ്ങളും ഏതാണ് എന്ന് ഹനുമാൻ സ്വാമിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഔഷധങ്ങൾ കണ്ടില്ല. അതുകൊണ്ട് കോപത്തോടു കൂടിയിട്ട്, കാരണം സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കോപത്തോടു കൂടിയിട്ട് ആ പർവ്വതത്തെ തന്നെ ഇളക്കിയെടുത്തിട്ട് ഒരു ചന്ദ്രബിംബം പോലെ തന്റെ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് ശ്രീരാമന്റെ മുമ്പിൽ വെച്ചു. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്ത് ദോഷമകന്ന് എഴുന്നേറ്റിതെല്ലാവരും. ആ ഔഷധത്തിന്റെ കാറ്റ് തട്ടിയപ്പോൾ തന്നെ എല്ലാവരും ഉണർന്ന് എഴുന്നേറ്റു. ശ്രീരാമൻ സന്തുഷ്ടനായി, പരമശിവൻ ആനന്ദിച്ചു. ദ്രോണപർവ്വതത്തെ മുമ്പ് ഇരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിട്ടില്ല എങ്കിൽ രാക്ഷസ സൈന്യത്തെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ച് ആ പർവ്വതം തിരികെ കൊണ്ടുവയ്ക്കണമെന്ന് ശ്രീരാമൻ ഹനുമാൻ സ്വാമിയോട് പറയുകയും ചെയ്തു. കൊന്നുമെടുത്തു ഉയർന്നാൻ കവിപുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ട്. ശ്രീരാമന്റെ കൽപ്പനയനുസരിച്ച് ഹനുമാൻ സ്വാമി ആ പർവ്വതമെടുത്ത് യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ട് അരനിമിഷം കൊണ്ട് തിരിച്ച് വരികയും ചെയ്തു. യുദ്ധേ മരിച്ച നിശാചരന്മാരുടെ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലിട്ടിരുന്നാർ എന്നത് കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. മുമ്പ് യുദ്ധത്തിൽ മരിച്ച രാക്ഷസന്മാരുടെ എല്ലാം ശരീരങ്ങൾ രാവണന്റെ കൽപ്പനയനുസരിച്ച് രാക്ഷസന്മാർ സമുദ്രത്തിൽ വലിച്ചെറിഞ്ഞത് കൊണ്ട് ഔഷധത്തിന്റെ കാറ്റുതട്ടി അവർക്ക് ജീവിക്കാൻ ഉള്ള സാഹചര്യം അവിടെ ഉണ്ടായില്ല. ഇത്രയുമാണ് നാം ഇന്ന് ചിന്തിക്കുന്ന പാഠ്യഭാഗം. ഇതിൽ നാം ആദ്യം കണ്ടത് കുംഭകർണന്റെ മരണത്തിന് ശേഷം നാരദര് വന്നിട്ട് ശ്രീരാമനെ സ്തുതിക്കുന്നതാണ്. നാരദരാകെ പ്രാർത്ഥിക്കുന്നത് പോലും ശ്രീരാമന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ശ്രീരാമ സ്മരണയോടുകൂടിയിട്ട് സദാസമയം രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് നാമം ജപിച്ചുകൊണ്ട് ആ സ്മരണയോടുകൂടിയിട്ട് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുവാനുള്ള അനുഗ്രഹം വേണമേ എന്നാണ്. ആ ഒരു അനുഗ്രഹം എന്ന് പറയുന്നതും സാരമല്ല. കാരണം ഭഗവാന്റെ നാമം ഉച്ചരിക്കുവാൻ വേണ്ടി സാധിക്കുകയും നാമസങ്കീർത്തനങ്ങൾ കൊണ്ട് സദാസമയവും ജീവിക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് ഇവിടെ പലപ്പോഴായിട്ട് രാമായണത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് മനസ്സിലാക്കിയ നാരദരാണ് ആ പ്രാർത്ഥന വയ്ക്കുന്നത്. അതിനുശേഷം അതികായ വധം കണ്ടു. ഇന്ദ്രജിത്തിന്റെ വിജയം. ആ ഇന്ദ്രജിത്തിന്റെ വിജയത്തിന് മുമ്പ് ഇന്ദ്രജിത്ത് ശിവനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഒരു ഹോമം നടത്തുന്ന കാര്യം ഇവിടെ നമ്മൾ കണ്ടു. ദിവ്യ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, ദിവ്യ ഗന്ധ വസ്തുക്കൾ ചന്ദനാദികൾ ലേപനം ചെയ്തുകൊണ്ട്, ഗുരുപദേശം അനുസരിച്ച് ആ കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് അനുഷ്ഠിക്കുകയും ചെയ്തു. അനുഷ്ഠിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫലം ഇന്ദ്രജിത്തിന് ലഭിക്കുകയും ചെയ്തു. കൃത്യമായിട്ട് ആ സമയത്ത് എപ്രകാരത്തിൽ യുദ്ധത്തിൽ നേരിടണം എന്നുള്ള ഒരു ധാരണ ഇന്ദ്രജിത്തിന് ലഭിച്ചു. അതുപോലെ തന്നെ ദിവ്യ അസ്ത്രങ്ങൾ ലഭിച്ചു. മറഞ്ഞിരിക്കുവാനുള്ള, അപ്രത്യക്ഷനാകാനുള്ള കഴിവ് ലഭിച്ചു. അതൊക്കെ ആ ഹോമത്തിന്റെ ഫലമായിട്ട് ഇന്ദ്രജിത്തിന് ലഭിച്ചു. ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പുറപ്പെട്ട സമയത്ത് തൻ്റെ കൂടെയുള്ള രാക്ഷസ സൈന്യത്തിന് നാശം സംഭവിക്കുന്നത് കണ്ടപ്പോൾ തനിക്ക് കിട്ടിയ ആ വരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ദ്രജിത്ത് വാനരന്മാരെയും രാഘവന്മാരെയും അഥവാ ശ്രീരാമലക്ഷ്മണന്മാരെയും ബ്രഹ്മാസ്ത്രം ചെയ്ത് മോഹാലസ്യപ്പെടുത്തി ഭൂമിയിൽ പതിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം, ശിവപ്രീതി
വേണ്ടിയിട്ടാണ്, ശിവപ്രീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ദ്രജിത്ത് ഹോമം നടത്തിയത് എന്ന് പറയുന്നു. ഇവിടെ ശിവന്റെ സങ്കല്പം കൊണ്ടാണ് ശ്രീരാമൻ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചിട്ടുമുള്ളത്. ശിവാംശമായിട്ടാണ് ഹനുമാൻ സ്വാമി ഇന്ദ്രജിത്തിന്റെ എതിർവശത്തുള്ളത്. ദേവന്മാരാണ് വാനരന്മാരായിട്ട് ഈ ഭൂഭാരം തീർക്കാൻ വേണ്ടി രാമനെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. എങ്കിൽ പോലും അസുരനായ രാക്ഷസനായ ഇന്ദ്രജിത്ത് വിധിയാംവണ്ണം ഗുരുപദേശമനുസരിച്ച് വിധിയാംവണ്ണം കർമ്മം അനുഷ്ഠിച്ചപ്പോൾ ആ കർമ്മത്തിന് ഫലമുണ്ടായി എന്നുള്ള ഒരു ദൃഷ്ടാന്തം ഇവിടെ നമുക്ക് ലഭ്യമാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, രാമായണം തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഈശ്വരന് ശത്രുവോ മിത്രമോ ഇല്ല. ആരാണോ കൃത്യമായിട്ടുള്ള അനുഷ്ഠാനത്തിലൂടെ കൃത്യമായിട്ടുള്ള സമർപ്പണ ബുദ്ധിയോടുകൂടി സേവിക്കുന്നത് അവരെ അനുഗ്രഹിക്കും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴായിട്ട്. ഇതാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇന്ദ്രജിത്തിന് അവന്റെ ഗുരുവിന്റെ നിർദ്ദേശമനുസരിച്ച് വിധിയാവണ്ണം കർമ്മമനുഷ്ഠിച്ചപ്പോൾ വേണ്ടതായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുകയുണ്ടായി. ആ അനുഗ്രഹങ്ങളോട് കൂടിയിട്ടാണ് സാക്ഷാൽ ശ്രീരാമലക്ഷ്മണന്മാരെ പോലും ഇവിടെ ഇന്ദ്രജിത്ത് പരാജയപ്പെടുത്തിയത്. അത് നാം ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ ഭക്തിയും ശുദ്ധിയും സമർപ്പണവും എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഈശ്വര കടാക്ഷം നമ്മളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ രാമായണത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ഏത് കുലത്തിൽപ്പെട്ടെന്നോ അല്ലെങ്കിൽ ഏത് വംശത്തിൽ ജനിച്ചുവെന്നോ ഏത് ജാതി എന്നോ ശബരിയാശ്രമ പ്രവേശം നമ്മൾ കണ്ടു. ജാതി കൊണ്ടല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നിയതമായിട്ടുള്ള ഒരു വ്യവസ്ഥ കൊണ്ടല്ല ഈശ്വരനെ പ്രാപിക്കേണ്ടതെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ് ഇവിടെ നമുക്കിത് കാണാൻ സാധിക്കുന്നത്. അപ്രകാരം എല്ലാവരും ബോധരഹിതരായിട്ട് വീണ സമയത്ത് ഔഷധാഹരണ യാത്ര എന്ന് പറയുന്ന വളരെ പ്രഗത്ഭമായിട്ടുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഇന്ദ്രജിത്തിന്റെ ശരമേറ്റ് എല്ലാ വാനരന്മാരും ബോധരഹിതരായിട്ട് മരിച്ചതിന് തുല്യമായിട്ട് ഭൂമിയിൽ മോഹിച്ച് വീണ സമയത്ത് ആ രാത്രിയിൽ ആരെങ്കിലും ജീവനോടെ ഇരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് കയ്യിൽ ഒരു തീപ്പന്തവുമായിട്ട് എല്ലാവരെയും അന്വേഷിച്ച് നടക്കുന്ന വിഭീഷണന്റെ കാഴ്ച നമ്മൾ കണ്ടു. അതേ സമയത്ത് തന്നെ മറുവശത്ത് ഹനുമാൻ സ്വാമിയും ആരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അന്വേഷിച്ചുകൊണ്ട് ആ വാനന്മാർ വീണ് കിടക്കുന്ന വാനന്മാരുടെ ഇടയിലൂടെ ഇരുട്ടത്ത് തപ്പിത്തറഞ്ഞ് നടക്കുകയാണ്, ആരെങ്കിലും ചാകാതെ ഇരിക്കുന്നുണ്ടോ എന്നറിയാൻ. അപ്രകാരം അവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. വിഭീഷണനും ഹനുമാൻ സ്വാമിയും കണ്ടുമുട്ടുകയാണ്. രണ്ടുപേരും ദുഃഖത്തോടുകൂടി കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഇതിൽ ആരൊക്കെ ഇനി ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് സങ്കടത്തോടു കൂടിയിട്ട് പറയുകയാണ്. അങ്ങനെ അവർ അല്പസമയം കൂടെ തെരഞ്ഞ സമയത്ത് കണ്ണു തുറക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന ജാമ്പവാനെ കണ്ടു. ജാമ്പവാന്റെ കണ്ണിലൂടെയെല്ലാം ചോരയൊഴുകിയിട്ട് ആ യുദ്ധത്തിൽ ഇന്ദ്രജിത്തിന്റെ അസ്ത്രങ്ങളേറ്റിട്ട് ചോരയൊലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ജാമ്പവാന്റെ കണ്ണ് തുറക്കാൻ പോലും സാധ്യമല്ല. കണ്ണു തുറന്ന ആളെ കാണുവാൻ സാധിക്കാത്തത് കൊണ്ട് വിഭീഷണന്റെ ശബ്ദം കേട്ടപ്പോൾ ജാമ്പവാന് മനസ്സിലാവുന്നു മുമ്പിലിരിക്കുന്നത് വിഭീഷണനാണ് എന്ന്. ഉടനെ ജാമ്പവാൻ വിഭീഷണനോട് ചോദിക്കുന്നത്, ഈ കിടക്കുന്നവരിൽ ഹനുമാൻ വായുപുത്രൻ ജീവിച്ചിരിക്കുന്നുണ്ടോ, ഹനുമാൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഉടനെ അത്ഭുതത്തോടു കൂടിയിട്ട് വിഭീഷണൻ ചോദിക്കുകയാണ്, അല്ലയോ ജാമ്പവാൻ, അങ്ങ് രാമനെ അന്വേഷിച്ചില്ല, സുഗ്രീവനെ അന്വേഷിച്ചില്ല, ലക്ഷ്മണനെ അന്വേഷിച്ചില്ല, അംഗദനെ അന്വേഷിച്ചില്ല. എന്തുകൊണ്ടാണ് വായുപുത്രനോട് അങ്ങേക്ക് ഇത്രയ്ക്കും വാത്സല്യം ഉണ്ടാകാൻ കാരണം? അങ്ങ് ആദ്യം ചോദിച്ചത് വായുപുത്രനുണ്ടോ എന്നാണല്ലോ, എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നു. ഉടനെ ജാമ്പവാൻ പറയുകയാണ്, വായുപുത്രൻ മാരുതി ഹനുമാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ നമ്മളൊക്കെ ജീവിച്ചു എന്നതിന് തുല്യമാണ്. വായുപുത്രൻ മരിച്ചാൽ ഇനി ആരൊക്കെ ജീവിച്ചിരുന്നിട്ടും കാര്യമില്ല. വായുപുത്രൻ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ സങ്കടമെല്ലാം തന്നെ തീരും എന്ന് പറയുന്നു. ഇത് കേട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ജാമ്പവാന്റെ പാദം നമസ്കരിക്കുന്ന ഹനുമാനെ നമ്മൾ കണ്ടു. ഞാനിതാ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിവിടെ എടുത്തു പറയാനുള്ള കാരണം, ലോക വിവരമുള്ള ലോക പരിചയമുള്ള ജാമ്പവാൻ, ആ ലോകപരിചയമുള്ള ജാമ്പവാൻ അറിയാം ഇവിടെ ഈ മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന രാമലക്ഷ്മണന്മാർക്കും ഈ വാനര സൈന്യത്തിനുമുള്ള മരുന്ന് അവരെങ്ങനെയാണ് ജീവിപ്പിക്കേണ്ടത് എന്നും അതിനെന്താണ് മാർഗമെന്നും ആരെ കൊണ്ട് സാധിക്കുമെന്നും ലോകപരിചയമുള്ള ജാമ്പവാൻ അറിയാം. അതുകൊണ്ടാണ് ഹനുമാൻ സ്വാമി ഉണ്ടെങ്കിൽ വൃഷഭാദ്രിയിലുള്ള ദിവ്യ ഔഷധങ്ങളെ വഹിച്ചു കൊണ്ടുവരാൻ ഹനുമാൻ സ്വാമിക്ക് മാത്രമേ സാധിക്കൂ എന്നറിയാവുന്ന ജാമ്പവാൻ ഹനുമാൻ സ്വാമിയെ അന്വേഷിച്ചത്. ഇതിവിടെ എടുത്തു പറയാനുള്ള കാരണം, ഇന്ന് നമ്മുടെ എല്ലാം കുടുംബങ്ങളിലാവട്ടെ നമ്മുടെ എല്ലാം സമൂഹത്തിലാവട്ടെ ലോകപരിചയമുള്ള ജാമ്പവാന്മാരുടെ കുറവ് വലിയൊരു കുറവ് തന്നെയാണ്. ഇന്നത്തെ ഈ പുതിയ തലമുറ, ഈ പറയുന്ന ജൻസി എന്നൊക്കെ പറയുന്ന പോലെയുള്ള പുതിയ തലമുറ പഴയ തലമുറയുടെ അറിവിനെയും പഴയ തലമുറയുടെ അനുഭവ സമ്പത്തിനെയും മുഖവിലക്കെടുക്കാതെ
പോകുന്ന കാഴ്ച പലപ്പോഴും, എല്ലാവരും അല്ല പറയുന്നത്, പലപ്പോഴും കാണാറുണ്ട്. അപ്രകാരം ലോകപരിചയമുള്ള ആളുകളുടെ അറിവും അവരുടെ അനുഭവ സമ്പത്തും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത കാണാത്തത് കൊണ്ട് പുതിയ തലമുറയിലെ ഒരുപാട് ആളുകൾക്ക് വഴിതെറ്റി പോകുന്നു. അവർ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്താതെ പകച്ചു പോകുന്നു. അവിടെയാണ് ജാമ്പവാന്മാരുടെ ആവശ്യമുള്ളത്. ഇന്ന് അതിന് ഈ ജാമ്പവാന്മാരെന്ന് പറയപ്പെടുന്ന അഥവാ ലോക വിവരമുള്ള, ലോക പരിചയമുള്ള, അഥവാ വൃദ്ധരായിട്ടുള്ള അറിവും സമ്പത്തുമുള്ള, അറിവും അനുഭവ സമ്പത്തുമുള്ള ആളുകളൊക്കെ അവരൊക്കെ കാണണമെങ്കിൽ ഒരു പരിധിവരെ വൃദ്ധസദനങ്ങളിൽ പോയി നോക്കേണ്ടുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് പഴയ അനുഭവങ്ങളും അവരുടെ അനുഭവ സമ്പത്തുകളും ഒന്നും തന്നെ പകർന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അവർ ലക്ഷ്യത്തിലേക്ക് എത്താതെ പതറിപ്പോവുകയും ചെയ്യാറുണ്ട്. ഇവിടെ ജാമ്പവാൻ നമുക്കറിയാം, മുൻപ് ഹനുമാൻ സ്വാമിയോട് കടൽ ചാടിക്കിടക്കുവാൻ വേണ്ടിയിട്ടുള്ള ആത്മധൈര്യം പകർന്നു കൊടുത്ത അതേ ജാമ്പവാൻ ഇവിടെ ഈ തളർന്നു കിടക്കുന്ന ബോധരഹിതരായി കിടക്കുന്ന, മരിച്ചു കിടക്കുന്ന വാനര സൈന്യത്തെയും രാമലക്ഷ്മണന്മാരെയും ജീവിപ്പിക്കാനുള്ള ഉപായം എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ജാമ്പവാൻ അത് പറയുകയും അതിനനുസരിച്ച് നിറവേറ്റപ്പെടുകയും ചെയ്യുമ്പോഴാണ് ലക്ഷ്യം പൂർത്തിയാവുന്നത് എന്ന് ഒരിക്കൽ കൂടി നമ്മൾ സ്മരിക്കുമ്പോഴാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അത്തരത്തിൽ അറിവും അനുഭവ സമ്പത്തുമുള്ള ആളുകളുടെ കുറവ് നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പാഠഭാഗം നമുക്ക് ഉപകാരപ്രദമാകുന്നത്. അത് മനസ്സിലാക്കിയിട്ട് അറിവും അനുഭവ സമ്പത്തുമുള്ള ജാമ്പവാന്മാരെ നാം കണ്ടെത്തുക തന്നെ വേണം. ഓരോ മേഖലയിലും നമ്മൾ ഓരോ കാര്യം ചെയ്യുന്ന സമയത്ത് അവരുടെ അറിവിനെയും അനുഭവ സമ്പത്തിനെയും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായുള്ള ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയും വേണം. അത് ഈ പാഠഭാഗം ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സങ്കല്പിക്കട്ടെ. അപ്രകാരം ജാമ്പവാന്മാരുടെ ആവശ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നേരെ ഹനുമാൻ സ്വാമി ചെല്ലുന്നത് കാലനേമിയുടെ സമീപത്തേക്കാണ്. അതിനു മുമ്പ് കാലനേമി രാവണനോട് ഉപദേശിക്കുന്നത് നമ്മൾ കണ്ടു. രാവണനെ ഉപദേശിക്കാത്തവരായിട്ട് നിലവിൽ ആരും തന്നെ ഇല്ല എന്ന് നമുക്ക് ബോധ്യമാവും. ആ ഉപദേശങ്ങളെയൊക്കെ തൃണവൽ ഗണിച്ചുകൊണ്ടാണ് രാവണൻ മുന്നോട്ട് പോകുന്നത് എന്ന് നാം കണ്ടതാണ്. അതേപോലെ തന്നെ കാലനേമിയോട് രാവണൻ പറയുന്നത് എപ്രകാരത്തിലാണ് ഹനുമാൻ സ്വാമിയെ തടയേണ്ടത് എന്നുള്ളതാണ്. ഒരു താപസന്റെ വേഷം ധരിച്ചുകൊണ്ട് മാർഗവിഘ്നം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഹനുമാൻ സ്വാമിയുടെ സമയം കളയാൻ വേണ്ടിയിട്ട് ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് സമയം വൈകിപ്പിക്കണം എന്ന് പറയുന്നു. ഇവിടെ ആത്മീയ കാര്യമാണ് ഉപദേശിക്കുന്നതെങ്കിൽ പോലും സമയം കളയാൻ വേണ്ടിയിട്ട് എന്നൊരു പദം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. സമയത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ വെറുതെ അലസരായിട്ട് ജീവിച്ചു പോകുന്ന ഒട്ടനവധി ആളുകൾ ഇന്ന് നമ്മുടെ ചുറ്റിനുമുണ്ട്. ഈ നിമിഷം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഈ നിമിഷം മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അഥവാ ആ നിമിഷമാണ് ചെയ്യേണ്ടത്. നാം കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഓരോ കാര്യവും ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യേണ്ടതുണ്ട്, നീക്കി വെക്കരുത്, മാറ്റി വെക്കരുത് എന്ന് പറഞ്ഞു. ഇവിടെ സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിക്ക് ഉണ്ടാകുന്ന നഷ്ടം രാമന്റെ നഷ്ടമാണ്, സുഗ്രീവന്റെ നഷ്ടമാണ്, ധർമ്മത്തിന്റെ നഷ്ടമാണ്, സീതയുടെ നഷ്ടമാണ്. അതുകൊണ്ട് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് അല്പം പോലും സമയം കളയാതെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ ചെയ്തു പോകണം. അതല്ലെങ്കിൽ കാലനേമിയെ പോലെയുള്ള ആളുകൾ നമ്മുടെ സമയത്തെ കളയുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നാശം സംഭവിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു സൂചന ആ പദങ്ങളിൽ, ആ വാക്കുകളിൽ ഉണ്ട്. പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് നമ്മുടെ പുതിയ തലമുറയും പഴയ തലമുറയും ഒക്കെ സമയം കളയാറുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ട് സമയം കളയുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് സമയം കളയുന്ന ആളുകളുണ്ട്. എല്ലാം നമുക്ക് ആവശ്യമുള്ളത് തന്നെ. എങ്കിൽ പോലും അതിനെല്ലാം നമ്മുടെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മറ്റ് വിഷയങ്ങളിൽ രമിച്ച് സമയം നഷ്ടപ്പെടുത്തുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യത്തോടു കൂടിയിട്ട് നമ്മുടെ ദൗത്യം നിറവേറ്റുകയും ലക്ഷ്യത്തിലെത്തുകയും ധർമ്മ സംസ്ഥാപനം ഉണ്ടാവുകയും അതിലൂടെ ആ ശ്രീരാമ സങ്കല്പത്തിലൂടെ, ഗുരുസങ്കല്പത്തിലൂടെ ധർമ്മത്തിലേക്ക് എത്തിച്ചേരുവാനും ഈശ്വര പദങ്ങളിലേക്ക് എത്തിച്ചേരുവാനുമുള്ള സമയമാണ് നഷ്ടപ്പെടുത്തുന്ന ബോധത്തോടു കൂടിയിട്ട് പെരുമാറാനും സാധിച്ചാൽ, അപ്രകാരം ജീവിക്കാനും സാധിച്ചാൽ മാത്രമേ വിജയം നമുക്കുണ്ടാവുകയുള്ളൂ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ആ പാഠഭാഗം നമുക്ക് നൽകുന്നത്. അത്തരത്തിൽ വിലയേറിയ സങ്കല്പങ്ങളും വിലയേറിയ തത്വങ്ങളും വിലയേറിയ സന്ദേശങ്ങളും ഒക്കെ പകർന്നു നൽകുന്ന ഒരു ഭാഗമാണ് വിശേഷിച്ച് ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ എടുത്ത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം, മാരുതി ഉണ്ടെങ്കിൽ മറ്റാരും വേണ്ടതില്ല,
അല്ലെങ്കിൽ മാരുതി ഉണ്ടെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ ജാമ്പവാൻ, ആ ജാമ്പവാന്മാരെ പോലെയുള്ള അറിവും അനുഭവ സമ്പത്തുമുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ മുതിർന്ന ആളുകൾ, അവരുടെ ജീവിത അനുഭവങ്ങൾ, അവരുടെ അറിവുകൾ, ഇതൊക്കെ നാം വിലക്കെടുത്ത് അതിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ എല്ലാം അനുഗ്രഹത്തോടു കൂടിയിട്ട് അവരുടെ എല്ലാം നിർദ്ദേശാനുസരണം നമ്മൾ ഓരോരുത്തരും ജീവിക്കാൻ തയ്യാറാവുകയാണ് എങ്കിൽ പഴഞ്ചന്മാരെ മാറ്റി നിർത്താതെ അവരുടെ അറിവിനെയും അവരുടെ ആ ലോകപരിചയത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തലമുറയായിട്ട് മാറുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അതിന് ഈ ഒരു പാഠ്യഭാഗം ഉപകരിക്കട്ടെ, അതിന് ഗുരുപരമ്പര നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാഠ്യഭാഗം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കട്ടെ. ജയ് സീതാറാം. മംഗളം കൗസലേന്ദ്രായ മഹനീയ ഗുണാത്മനേ ചക്രവർത്തി തനുജായ സർവഭൗമായ മംഗളം. ഓം ശ്രീ ഹനുമത്സേവിത സീതാരാമചന്ദ്ര ഭഗവാൻ കീ ജയ.